ജീവിതത്തിലെ ആഗ്രഹം മമ്മൂക്കെ ഒന്ന് കാണണം. എനിക്ക് കാലങ്ങളിൽ തൊട്ടുകൊണ്ട് ഞാൻ ബാധ്യതയുടെ മേളിൽ ബാധ്യതയായിട്ട് വേറെ ലെവലിലേക്ക് ഞാൻ പോയില്ല. ഉദ്ദേശിക്കാത്ത ചില മനുഷ്യർ നമുക്ക് സഹായകമായിട്ട് വരും. അപ്പോഴാണ് നമ്മൾ ചെയ്ത നന്മകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കണ്ണു തുറന്നിരിക്കുമ്പോൾ ഒരു നേഴ്സ് വന്ന് എന്നോട് ചോദിച്ചു, ഇതെന്നാ ഉറക്കം ഉറങ്ങുന്നത്? 4 ദിവസമായി. ശരിക്കും ഞാൻ മരിച്ചിട്ട്. ജീവിതം മുന്നോട്ട് പോകാതിരുന്ന ഒരു സാഹചര്യത്തിലാണോ അങ്ങനെ ഒരു ചെറിയൊരു കുഞ്ഞു പെട്ടിക്കട പോലെ ഒരു കടയാണ് അതല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ടല്ലോ അല്ലേ? അപ്പൊ അങ്ങനെ ഒരെണ്ണം തുടങ്ങാനുള്ള ഒരു പ്രചോദനം എന്തേ? എൻ്റെ വൈഫ് അവള് പറഞ്ഞ ഒരു ഐഡിയ ആണ്, നമ്മൊരു കുഞ്ഞു കട തുടങ്ങിയാലോ. ആ ചേട്ടൻ്റെ പരിപാടി ഇന്നലെ കണ്ടു. പറഞ്ഞായിരുന്നു, ചിരിച്ചു പോയിട്ടോ. ഒരു 2 കിലോ അരിയും ഒരു ശകലം മുളകും കുറച്ച് പഞ്ചാരയും കണ്ടത് 11:30 നമുക്ക് 12 അടുത്തായി. അവിടെ അടുത്തുള്ളൊരു ചേച്ചി വന്നിട്ട് പറഞ്ഞു, കടാ എനിക്കൊരു 1 കിലോ അരി തരണം. ഞാൻ ഞെട്ടിപ്പോയി. കാരണം വിഷുവായിട്ട് ഒരാൾ വന്ന് ആദ്യമായിട്ട് അരി ചോദിക്കുക. നല്ലൊരു വീട്, അത് എനിക്ക് ഇപ്പോഴും സ്വപ്നത്തിലാണ്. നല്ലൊരു വീട് വേണം, ആൾക്കാർ കോമഡി അതും ഇത് വേഷം കെട്ടും ഒക്കെ നടക്കുന്നതിനാണ്. അപ്പം ഈ വേഷം കെട്ടും കണ്ട് നടക്കാൻ ജീവിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ നമ്മളാരെയും കളിയാക്കാനോ മറ്റുള്ളവർക്ക് ഒന്നുമല്ല. ഈ വേദിയുടെ വെളിയിൽ സ്ത്രീകളിരിക്കുന്ന നടുഭാഗത്തായിട്ട് കുറേ ആൾക്കൂട്ടവും ഒരു സ്ത്രീ ഇങ്ങനെ താങ്ങിയെടുത്തുകൊണ്ട് ഇങ്ങനെ പോന്നു. കുറച്ച് പേരെടുത്തോണ്ട് പോകുന്നു. അപ്പോൾ ഞങ്ങൾ ഷോ നിർത്തി. ഞങ്ങൾ ഞങ്ങൾക്ക് കാപ്പി തന്നു. ഈ അമ്മയെ മരിച്ചു. അമ്മയുടെ ചൂട് കാപ്പി മേടിച്ച് കുടിച്ച് എൻ്റെ ചൂട് മാറിയിട്ടില്ല. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ അതിജീവിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരാൾ. അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ ആശുപത്രി കിടക്കയിലെ വേദനകളുണ്ട്, കൈത്താങ്ങായി നിന്ന മനുഷ്യരുണ്ട്, അതുപോലെ മുന്നോട്ടുള്ള പ്രതീക്ഷകളുണ്ട്. അത്തരമൊരു ജീവിതയാത്രയെക്കുറിച്ച് നമ്മളോട് പങ്കുവെക്കുവാനും തൻ്റെ സംരംഭത്തെക്കുറിച്ചും അതിൻ്റെ വിജയത്തെക്കുറിച്ചും തൻ്റെ ജീവിതമാർഗമായ ആ ഒരു പ്രതീക്ഷയെക്കുറിച്ചും ഒക്കെ നമ്മളോട് പറയാൻ വേണ്ടി നമ്മളോടൊപ്പം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ബിസിനസ് റിപ്പോർട്ടറിന്റെ സീറ്റിലുള്ളത് കണ്ണൻ സാഗറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നടനും മിമിക്രി കലാകാരനുമായ കണ്ണൻ സാഗർ. നമസ്കാരം. നമസ്കാരം. ഇപ്പൊ ഓണമാണ് വരാൻ പോകുന്നത്. ഇത്തവണത്തെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ സാഗറിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ജീവിതത്തിലേക്കുള്ള വഴി തുറന്ന ഒരു ഒന്നുകൂടെയാണ്. ഇത്തവണത്തെ ഓണം എങ്ങനെ ആഘോഷിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ എൻ്റെ 2ാം ജന്മമാണ്. എനിക്ക് അറിയാമല്ലോ, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അതൊക്കെ അത് റിമൂവ് ചെയ്ത് ഇപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം അതിൻ്റെതായിട്ട് ഇടം പോയി ടെസ്റ്റൊക്കെ ചെയ്ത് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് വന്നിരിക്കുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തെ ഓണം ഒരു പുനർജന്മത്തിൻ്റെ ഓണമായിട്ടും ശരിക്കും ഞാൻ നാട്ടിലുണ്ടാവില്ല. അതിന് UK കുറേ സുഹൃത്തുക്കളുണ്ട്. അവർ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ എങ്ങനെയുണ്ട് അസുഖമൊക്കെ? ഞാൻ പറഞ്ഞു കുറവായി. ചേട്ടന് യാത്ര ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടറിന് കുഴപ്പമില്ല, യാത്ര ചെയ്യാം, ശാലൻ ഡ്രൈവൊക്കെ ചെയ്യാം, സ്കൂട്ടർ അങ്ങനെ അധികം ഓടിക്കരുത് എന്നൊക്കെ അവർ പറഞ്ഞു. ചേട്ടാ എന്നാൽ ഒരു കാര്യം ചെയ്യും, UK മലയാളികൾക്കായി ചേട്ടൻ ഓണം ആഘോഷിക്കും, നമുക്കിവിടെ അടിച്ചു പൊളിക്കാം, ചേട്ടനിക്ക് വാ, ഒരു ചാരിറ്റി പോലെ ചേട്ടന് ചെറിയൊരു തുകയും ഒക്കെ തരാം, അതുപോലെ 1 മാസത്തോളം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാം, കുറച്ച് പരിപാടികളൊക്കെ തരാം, ചേട്ടനെ ഇഷ്ടപ്പെടുന്ന കുറേ മലയാളികളൊക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ ഞാൻ ആദ്യം ഡോക്ടറോട് ഒന്നും പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ സംഭവം ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ വിസക്കെല്ലാം അപേക്ഷിച്ചു, വിസ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ മിക്കവാറും ഈ മാസം കയറിപ്പോവും. അപ്പോൾ ഓണം UK മലയാളികളുടെ കൂടെ ആഘോഷിക്കാനുള്ള വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പൊ ഇപ്രാവശ്യം നാട്ടില് നമ്മളോടൊപ്പം ഒന്നും ഓണത്തിനുണ്ടാവില്ല അല്ലേ? മകന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ വീട്ടുകാരോട് ഇല്ല എന്നുള്ളൊരു ഒരു പരാതി അവർക്ക് ഉണ്ടാവുമല്ലോ. അതെ, അത് ഈ കഴിഞ്ഞ ദിവസം മരുമോള് വന്നിട്ട് എനിക്കൊരു പൊതി തന്നു. അപ്പോൾ തുറന്നാൽ നോക്കിയപ്പോൾ ഒരു മുണ്ടും നല്ലൊരു ഷർട്ടും. അപ്പോൾ അച്ഛനുള്ളതാണ്, ഞങ്ങളുടെ ഓണ സമ്മാനമാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൽ വളരെ സന്തോഷമായി. കാരണം മരുമോളിലേക്ക് ഒന്ന് ആദ്യമായിട്ടൊരു സമ്മാനം കിട്ടുന്ന ഒരു സന്തോഷം, അത് വലിയ സന്തോഷമായി. അങ്ങനെ അതിൻ്റെ ഒരു അപ്പോൾ അവിടെ ഇനിയും നാട്ടിലെ കുട്ടി തിരുവനന്തപുരംകരിയാണ്, ഇനി അങ്ങോട്ട് പോകും, ഓണമൊക്കെ അങ്ങോട്ട് പോകും. അപ്പോൾ ഈ ഓണത്തിന് എൻ്റെ കുടുംബത്തിന് കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ചെറിയ വിഷമം ഉള്ളിലുണ്ട്. അതുപോലെ കുറേ സുഹൃത്തുക്കളുണ്ട് നമ്മുടെ ഇവിടെ ആയാലും, കുറേ നമ്മളെ സഹായിച്ചതും നമ്മളെ ഇഷ്ടപ്പെടുന്നതും നമ്മൾ നന്നാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന കുറേ നല്ല മനുഷ്യരുണ്ട്. അവരുടെ മുമ്പിൽ നമുക്ക് ഈ നാട്ടിൽ നിൽക്കാതെ ഇങ്ങനെ വന്നപ്പോൾ അങ്ങനെ അങ്ങ് പോയെന്നുള്ളൂ. ഞാൻ എന്തായാലും പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ആശുപത്രിയിൽ ഒരുപാട് വേദനകളും ഒരുപാട് വിഷമങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. അത് പിന്നെ എനിക്ക് കൊറോണ സമയത്ത് ഒരു അറ്റാക്ക് വന്ന ഒരു 7 ദിവസത്തോളം ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലെ ICUലൊക്കെ കിടന്നിട്ടുള്ള.
അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ ചെറിയ വേരിയേഷൻ കാണിക്കുന്നുണ്ട് ഈ സി ജിക്കകത്ത്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് പരിശോധിക്കണം, ഒരു 3 മാസം കൂടുമ്പോൾ ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ 3 മാസം കഴിഞ്ഞ് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഓടിച്ചു വെക്ക് നോക്കി, അല്ലാതൊക്കെ കുഴപ്പമൊന്നുമില്ല. അപ്പം മരുന്ന് കണ്ടിന്യൂ ചെയ്തു. ബ്ലോക്ക് എല്ലാം കൂടുതൽ വരുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് വരും പറഞ്ഞു. അങ്ങനെ കുറേ നാൾ മരുന്ന് കഴിച്ചപ്പോൾ എനിക്ക് കുറേ എനർജി കിട്ടിയപ്പോൾ ഞാൻ പിന്നെ മരുന്ന് അങ്ങ് ഉപേക്ഷിച്ചു. നമുക്കൊരു ആരോഗ്യം സ്വയം അങ്ങ് തീരുമാനിച്ചു, എനിക്ക് നല്ല എൻ്റെ അടവാ, ഇനിയിപ്പം എന്ത് മരുന്ന്, അങ്ങൊരു ചിന്ത തന്നെ വന്നു. അപ്പോൾ പിന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ പോയില്ല. അത് കുറേ കാലം കഴിഞ്ഞ് ഈ അടുത്തിടെയാണ് എനിക്ക് സ്കിറ്റുകളൊക്കെ ചെയ്യുമ്പോഴൊക്കെ വേദിയിൽ നിൽക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് കിതയ്ക്കുമോ. എനിക്ക് കോമഡി സ്കിറ്റൊന്നും ചാനലുകളൊക്കെ ചെയ്യുമ്പം ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് കിതപ്പും അണപ്പും ഒക്കെ ഇങ്ങനെ വരും. ചില സമയത്ത് പെട്ടെന്ന് വെട്ടി വീർക്കുകയൊക്കെ ചെയ്യും. പിന്നെ മോൻ പറഞ്ഞു, അച്ഛാ ഒന്ന് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ അടുത്തൊരു ഡോക്ടറെ കണ്ടു. അദ്ദേഹം പറഞ്ഞു ECG എടുക്കാൻ പറഞ്ഞു. ECG എടുത്തപ്പം വേരിയേഷനുണ്ട്. അപ്പോൾ പറഞ്ഞ് പ്രിസ്ക്രിപ്ഷനെ ഇപ്പോൾ കണ്ടിട്ട് എന്താ തീരുമാനിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴയുള്ളൊരു ഹോസ്പിറ്റലിൽ, അവിടുത്തെ നല്ല ഡോക്ടർ, അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം പറഞ്ഞാൽ പരിമലയുള്ള വലിയ ഹോസ്പിറ്റലിലേക്ക് ഇത് അവിടെ ചെന്നാൽ ഓപ്പറേഷൻ അവിടെ ചെയ്യുന്നതാണെന്ന് പറയും. ഇങ്ങനെ അപ്പോൾ അവിടെ ചെന്നപ്പം നമ്മൾ ഉദ്ദേശിച്ചതിന് തുക കൂടുതലായിപ്പോയി. ഞാനൊരു ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞാലും കലാകാരനെന്ന് പറഞ്ഞാലും സാമ്പത്തികമായിട്ട് ചിലത് താഴ്ന്നു നിൽക്കുന്ന ഒരാളാണ്. ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ കാണുമ്പോൾ വലിയ ആർട്ടിസ്റ്റ് എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ സാമ്പത്തികം അങ്ങനെയില്ല, വളരെ കുറവാണ്. പിന്നെ ഒരു കുഞ്ഞു കാറുണ്ട്, അതൊക്കെ വിറ്റിട്ടായാലും കാര്യങ്ങൾ നടത്താമെന്നുള്ളൊരു ഇതിൽ വന്നു. അങ്ങനെയാണ് അവിടുന്ന് പറഞ്ഞത് 5 ലക്ഷം രൂപയ്ക്ക് മേളിൽ, ഒരു 6 രൂപയ്ക്ക് അടുത്തൊക്കെ ആകും ഓപ്പറേഷൻ കഴിയുമ്പോൾ, മൊത്തത്തിൽ ചിലവെല്ലാം കഴിയുമ്പോൾ. അപ്പം ഞാനങ്ങ് ആകെ വിഷമമായിപ്പോയി. കയറി ഇങ്ങനെ കാശുണ്ടാക്കണ്ടേ. അപ്പം മോനാണ് വിവാഹം കഴിച്ചിരിക്കുന്ന, സ്നേഹിച്ച് വിളിച്ചുകൊണ്ട് വന്ന കുട്ടിയാണ്. അതുപോലെ പിന്നെ ശ്രീധരൻ ഉണ്ടാവുമല്ലോ, അത് എടുക്കാമല്ലോ, പലരും എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനൊന്നുമില്ല, അവരുടെ ഇഷ്ടത്തിന് ഓരോന്ന് അവർ ജീവിക്കുന്നു, നമുക്ക് ഒന്നും ചോദിച്ചിട്ടില്ല. അവർ മേടിക്കുകയോ കൊടുക്കുകയൊക്കെ ചെയ്യട്ടെ, അതിനകത്തൊന്നും നമ്മൾ ഇടപെടുന്നില്ല. അപ്പോൾ ഇന്നിങ്ങനെ ആലോചിച്ചപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് ഡേറ്റ് ഒരു 4 ദിവസം കഴിഞ്ഞ് ഡേറ്റ് പറഞ്ഞു. തിരിച്ച് ഞാൻ വീട്ടിൽ വന്നിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കണം, ഡേറ്റ് പറഞ്ഞു, സംഗതി ശരിയാണ്, അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്തോണമെന്ന് പറഞ്ഞു. എന്താ സംഭവം ഉള്ളത്. ഞാനിങ്ങനെ വിഷമിച്ചിട്ട് വീട്ടിൽ ഇരുന്ന് രാത്രി ഒരു 9:30 ആകുമ്പോൾ പല മുഖങ്ങളും ഇങ്ങനെ വന്നു. നമ്മുടെ സുഹൃത്തുക്കളും നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള പല മുഖങ്ങളും ഇങ്ങനെ വന്ന കൂട്ടത്തിൽ ഒരിടത്തുനിന്നൊരു മുഖം ഇങ്ങനെ തട്ടി നിന്നു. രമേഷ് പിഷാരടി. അദ്ദേഹത്തിൻ്റെ മുഖം ഇങ്ങനെ ഇപ്പം അപ്പോൾ പാലക്കാട് അദ്ദേഹം ഭയങ്കരമായിട്ട് മത്സരിച്ച് രാവും പകലും ഇല്ലാതെ ഊണും ഉറക്കമില്ലാതെ പാവം കിടന്ന് കഷ്ടപ്പെടുക. നല്ല കലാകാരൻ, എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും പുള്ളിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വേല, കാരണം ജയിക്കണം എന്നുള്ളതുണ്ടാവും. അപ്പോൾ ഞാനെന്തായാലും അദ്ദേഹത്തെ വിഷമിപ്പിക്കാൻ വേണ്ടിയില്ല, ഞാൻ ഒരു മെസ്സേജ് ഇട്ടു, അതുപോലെ ഞാൻ കണ്ണനാണ്, എനിക്ക് ഇങ്ങനൊരു ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, മമ്മൂക്ക ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ താങ്കൾക്ക് മമ്മൂക്കയുടെ കൂടെ എപ്പോഴും അടുപ്പുള്ള ആളാണല്ലോ, അപ്പോൾ താങ്കൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഉപകാരമായിരുന്നേനെ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്കൊരു മറുപടി തരണേ എന്ന് പറഞ്ഞിട്ടു. കാരണം ഞാൻ മറുപടി പ്രതീക്ഷിക്കുന്നില്ല, കാരണം അദ്ദേഹം വാട്സപ്പ് നോക്കത്തില്ല, അത്ര തിരക്കില്ല. അങ്ങനെ കിടന്നു. അപ്പോൾ എനിക്ക് ഉറക്കമൊന്നുമില്ല, ഞാനിങ്ങനെ വിഷമിക്കുന്നുണ്ട് പല രീതിയിൽ. എങ്ങനെ ചെയ്യും? ഇപ്പം ഷാജോണൊക്കെ വിളിച്ചു, സംഘടനയെ വിളിച്ചു, അവരൊന്നും ചേട്ടാ വിഷമിക്കണ്ട, നമ്മളൊക്കെ ഉണ്ടല്ലോ, ചേട്ടൻ ഓപ്പറേഷൻ നടക്കട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നവർ ധൈര്യം തരുന്നുണ്ടെങ്കിലും ഈ സാമ്പത്തിക കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് കിട്ടുന്നില്ല, അങ്ങനൊരു വിഷമം. അങ്ങനെ ഇപ്പോൾ രാത്രി 12:30 മണിയാകുമ്പോൾ ഒരു മെസ്സേജ് രമേഷ് പിഷാരടി വരില്ല. അദ്ദേഹം പറഞ്ഞു, ഒരു 3 നമ്പർ എനിക്ക് കിട്ടുന്നു, ഈ നമ്പറിൽ നാളെ രാവിലെ തന്നെ ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചോണം എന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷമായി. രാവിലെ തന്നെ ഞാൻ വിളിക്കും, ജോർജ് ഏട്ടനാണ് മമ്മൂക്കയുടെ മാനേജറുണ്ട്, അദ്ദേഹമുണ്ട്, പിന്നെ ഒരു പട്ടാമ്പിയിലൊരു ഉണ്ണി എന്ന് പറഞ്ഞാൽ അദ്ദേഹം, പിന്നെ ജിൻസ്, അദ്ദേഹം ഓസ്ട്രേലിയയിൽ, അദ്ദേഹമാണ് ഈ മമ്മൂക്ക ഫൗണ്ടേഷൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഞാൻ ഇങ്ങനെ മെസ്സേജ് ഇട്ടപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ചെയ്യും, ആ മെഡിക്കൽ റിപ്പോർട്ട് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ റിപ്പോർട്ട് ഇട്ട് കൊടുത്തു. ഉച്ച കഴിഞ്ഞൊരു 3 മണിയാകുമ്പം അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, മമ്മൂക്ക ഫൗണ്ടേഷൻ ഓപ്പറേഷനുകളൊക്കെ ഇതുപോലെ ചെയ്തു കൊടുക്കുന്നത് 2 ഹോസ്പിറ്റലാണ്. ഒന്ന് നെയ്യാറ്റിൻകര മിംസ് ഹോസ്പിറ്റലും, പിന്നൊന്ന് രാജഗിരി ഹോസ്പിറ്റലുമാണ്. അവിടെ അടുത്തൊന്നുള്ളത്. അപ്പോൾ താങ്കൾക്ക് എവിടെയാണ് വരാൻ എളുപ്പം അല്ലെങ്കിൽ പോകാൻ എളുപ്പം, അവിടോട്ട് വന്ന് അഡ്മിറ്റ് ആകുമോ, അവിടെ അവരെ പോയി കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡീറ്റെയിൽസ് ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് രാജഗിരിയാണ്, ആലുവ ചങ്ങനാശ്ശേരി ഞാൻ വന്നോളാം, തിരുവനന്തപുരക്കാട് കുറേ എളുപ്പമെന്ന് പറയും. ആ രാജഗിരി തിരഞ്ഞെടുത്തു. അതിൻ്റെ പിറ്റേ ദിവസം രാജഗിരി ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ഉച്ചയ്ക്ക് 12-12:15 കൂടി അഡ്മിറ്റ് ആകണം, ഇവിടെ വരണം, ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ
പിന്നെല്ലാം പടപെടാന്ന കാര്യങ്ങൾ. ഞാൻ ഹോസ്പിറ്റലിൽ വരുമ്പോൾ പ്രസാദ് ചേട്ടൻ, KS പ്രസാദ് ചേട്ടൻ എന്നെ കാത്തിരിക്കുക. മുഖ ഇങ്ങനെ മെസ്സേജ് ഇട്ടു, ഇതുപോലെ കണ്ണെന്നും പറയും മിമിക്രിക്കാരനും വരുന്നുണ്ട് എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാനിവിടെ ചെല്ലുന്നു. വളരെ രാജകീയമായിട്ട്, കാരണം ഒരു രോഗമുള്ള ആളാണെങ്കിലും വലിയൊരു ലോകം അറിയപ്പെടുന്ന, നമ്മളൊക്കെ ബഹുമാനിക്കുക ആരാധിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ പേരിൽ ഫൗണ്ടേഷൻ്റെ ആൾക്കാർ നമ്മളെ സ്വീകരിക്കുകയും പിന്നെ ശരീരം അവിടെ കൊടുത്തതേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം അവർ ഓപ്പറേഷൻ ചെയ്തു തന്നു. എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം മമ്മൂക്കെ ഒന്ന് കാണണം. എൻ്റെ കാലം തൊട്ടുകൊണ്ട് ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറയും. കാര്യം നമ്മളെ ചേർത്ത് നിർത്തി 6.5 ലക്ഷം രൂപ അടുത്തുണ്ടായി എൻ്റെ ഓപ്പറേഷൻ വേണ്ടിയിട്ട്. ഇത്രയും പൈസ തന്ന് ഇതൊക്കെ നമ്മളെ ഒരു ഓർക്കുമ്പോഴും വലിയൊരു ആയുരാരോഗ്യ സൗഖ്യമായിട്ട് അദ്ദേഹം കുടുംബം ഇരിക്കണമെന്ന് ഞാൻ എല്ലാ ദിവസവും എല്ലാ നിമിഷങ്ങളും ഞാൻ പ്രാർത്ഥിക്കാറ്. അല്ലെങ്കിൽ സാമ്പത്തികം കിട്ടാനൊക്കെ കിടും, കടമൊക്കെ മേടിച്ച് ഞാൻ ചെയ്തതന്നെ. ഞാൻ ബാധ്യതയുടെ മേളിൽ ബാധ്യതയായിട്ട് വേറെ ലെവലിലേക്ക് ഞാൻ പോയിന്. പക്ഷേ ദൈവം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുക, അല്ലെങ്കിൽ നമ്മൾ പരസ്പരം എന്താണ് ഉദ്ദേശിക്കാത്ത ചില മനുഷ്യർ നമുക്ക് സഹായകമായിട്ട് വരും. അപ്പോഴാണ് നമ്മൾ ചെയ്ത നന്മകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളാരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഇതാക്കാനോ മറ്റു വർത്തമാനം പറയാനോ അല്ലെങ്കിൽ ഇതിലൊന്നും പോയിട്ടില്ല. ഇത്രയും കാലം കലാഫീൽഡിൽ നിന്നിട്ട് ഞാൻ ഒരു ആർട്ടിസ്റ്റിനും അങ്ങനെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞാൽ ശരി ഞാൻ മാറി നിൽക്കത്തുള്ളൂ, അല്ല ഇടിച്ചു കയറാനോ അങ്ങനൊന്നും ഞാൻ നിന്നിട്ടില്ല. എനിക്കിങ്ങനെ വലിയ സൗഭാഗ്യം കിട്ടിയത് സന്തോഷം. അതിന് കാരണക്കാരൻ്റെ പിഷാരടിയാണ്. അദ്ദേഹം ജയിക്കണമെന്ന് ഞാൻ നേരം പോലെ കിടക്കപ്പായ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കും, വേദന കൊണ്ട് കിടക്കുവാണെങ്കിലും ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കണ്ണു തുറന്നിരിക്കുമ്പോൾ ഒരു നേഴ്സ് വന്ന് എന്നോട് ചോദിച്ചു, ഇതെന്നാ ഉറങ്ങുന്നത്? 4 ദിവസമായി ഇങ്ങനെ കാണുക മനുഷ്യൻ കിടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ 4 ദിവസം തൊട്ട് എനിക്ക് ബോധമില്ലായിരുന്നു. ശരിക്കും ഞാൻ മരിച്ചിട്ട് രണ്ടാമത് ജീവിച്ചു വന്നൊരു ആളാണ് ഞാൻ. അതിന് കടപ്പെട്ടിരിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരോട് എല്ലാവർക്കും നന്ദി സ്നേഹം മാത്രമേ ഉള്ളൂ. അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, പെട്ടെന്ന് അങ്ങനെയൊക്കെ ആയല്ലോ. അത് വലിയൊരു സംഭവമായിരുന്നു. വിഷമിക്കണ്ട, വിഷമല്ല, എൻ്റെ സന്തോഷം കേട്ടോ. എനിക്ക് സന്തോഷം, കാരണം എനിക്ക് ഒരു സന്തോഷം വന്നാലും കരഞ്ഞോ, അല്ലെങ്കിൽ സഹായം കിട്ടിയാലും കരഞ്ഞോ, അല്ലെങ്കിൽ ഒരു ചേർത്ത് പിടിച്ചാലും ഞാൻ കരഞ്ഞു പോകും. കാര്യം അങ്ങനെ ഞാനങ്ങനെ ജീവിതത്തിൽ അതുകൊണ്ടാണ്. ഇപ്പൊ ചേട്ടന് ഈ ഒരു പ്രതിസന്ധിയൊക്കെ വരുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കട തുടങ്ങിയിട്ടുണ്ടായിരുന്നു ജീവിത മാർഗമായിട്ട്, അല്ലേ? അത് ജീവിതം മുന്നോട്ട് പോകാതിരുന്ന ഒരു സാഹചര്യത്തിലാണോ അങ്ങനെ ഒരു ചെറിയൊരു കുഞ്ഞു പെട്ടിക്കട പോലെ ഒരു കടയാണ് അതല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരെണ്ണം തുടങ്ങാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? അതെ, ഞാൻ പരിപാടികൾക്ക് ഒത്തിരി കുറഞ്ഞു. ഇപ്പം കലാകാരന്മാർക്ക് ഒരുപാട് ഷോ കുറഞ്ഞു. കാര്യം നമ്മൾ മറ്റാരും കുറ്റം പറയുന്നത് തന്നെയല്ല. ഈ രാത്രി 10 മണിക്ക് ശേഷം പരിപാടികൾ അങ്ങനെ കൂടുതൽ വെക്കണ്ട എന്നുള്ളത് വന്നപ്പോൾ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് കുറേയേറെ കലാകാരന്മാരുടെ ഇത് കുറഞ്ഞു, ഷോകൾ, സ്റ്റേജ് ഷോ കുറഞ്ഞു. കാരണം ക്ഷേത്രത്തിൽ തന്നെ ആയാലും ഒരു 9 വരെ അവിടുത്തെ ക്ഷേത്ര ചടങ്ങ് കഴിഞ്ഞ ശേഷമേ പിന്നെ ഉള്ള സമയത്താണ് ഇവിടെ ഉത്സവത്തിൻ്റെ ഈ കലാപരിപാടികൾ ചെയ്യുന്നത്. അപ്പോൾ 9 കഴിഞ്ഞ് 10 മണിയോട് ആകുമ്പോൾ നിർത്താൻ പറഞ്ഞാൽ പിന്നെ ഇവിടെ തുടങ്ങാൻ സമയമില്ല. അങ്ങനെ ഒത്തിരി കലാകാരന്മാർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇപ്പോൾ ഇത് ദീർഘവീക്ഷണം കൊണ്ടാണോ എന്താണോ വൈഫ് എന്നോട് പറഞ്ഞു, നമുക്ക് പരിപാടികൾ കുറയുന്നുണ്ട്, അപ്പം എന്തെങ്കിലും ചെറിയ പരിപാടികൾ ചെയ്തില്ലേ പറ്റൂ, നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ. എന്നാലും വാഹനം ഉണ്ടെങ്കിൽ എണ്ണ അടിക്കണമല്ലേ, നമുക്ക് ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും സൈഡ് ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വൈഫ് അവൾ പറഞ്ഞ ഒരു ഐഡിയ ആണ്, നമ്മളൊരു കുഞ്ഞ് കട തുടങ്ങിയാലോ. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10-12 വർഷമായി ഞങ്ങൾ കട തുടങ്ങി. ചെറിയ ചെറിയ കച്ചവടങ്ങളും കാര്യങ്ങളും, കാരണം അപ്പുറം ഇപ്പുറമൊക്കെ കടകളുണ്ട്, നമുക്ക് അവരെയും ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല. നമ്മൾ അവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ കുഞ്ഞ് കട തുടങ്ങുവാണേ മറ്റൊന്നും തോന്നരുത്. അവർ അതിനെന്താ തുടങ്ങൂ, കലാകാരനല്ലേ, നിങ്ങൾക്ക് കല കൊണ്ട് ജീവിക്കുന്ന ആൾ ഇങ്ങനൊക്കെ ആണോ എന്നൊക്കെ ചോദിച്ചെങ്കിലും, തമാശയ്ക്ക് ചോദിച്ചെങ്കിലും ഞാൻ പറഞ്ഞാൽ അതല്ല, ഇങ്ങനെ തുടങ്ങുവാണ്. അപ്പം അങ്ങനെ പറഞ്ഞു തുടങ്ങിയതാണ്. ഇപ്പം ചെറിയ സംരംഭം തുടങ്ങിയപ്പം കുഴപ്പമില്ലാതെ അത്യാവശ്യം ചില കച്ചവടവും കാര്യമൊക്കെ വൈഫായിരിക്കുന്നത്. കച്ചവടവും ഒരു കലയാണോ? അങ്ങനെ ചെറിയ വരുമാനം കേട്ടോ, വരുമാനത്തിന്. കാരണം വീട്ടിലെ കാര്യങ്ങൾ നടക്കാൻ തീർച്ചയായിട്ടും ആ കട വളരെയേറെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും കട തുടങ്ങിയ കടം പറയുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ടാവോ? ഉണ്ട്, അതുണ്ടാവുമല്ലോ. കച്ചവടക്കാരെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കടം പറയുക. അതെ അതെ, നമ്മൾ ഈ ഞാനിരിക്കുന്ന ആർട്ടിസ്റ്റായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ചേട്ടൻ്റെ പരിപാടി ഇന്നലെ അലയൻസിൽ കണ്ടു, ചിരിച്ചു പോയി കേട്ടോ.
ഒരു 2 കിലോ അരിയും ഒരു ശകലം മുളകും കുറച്ച് പഞ്ചാരയും തന്നത്. കടവാ. അപ്പോൾ നമ്മൾ പൊതിഞ്ഞു കൊടുത്തു ചിരിച്ചോണ്ടാ. പിന്നെ അത് എൻ്റെ പെണ്ണുമ്പോൾ ചിലപ്പോൾ 2 ആഴ്ച 3 ആഴ്ച 1 മാസം കഴിഞ്ഞായിരിക്കും പൈസ കൊടുക്കുന്നത്. അപ്പോൾ അവള് പറയും നിങ്ങൾ കടയിൽ കടം കൊടുക്കണ്ട. അപ്പം എന്നെ മിക്കവാറും അങ്ങനെ അടുപ്പിക്കത്തില്ല, ഒത്തിരി നേരം ഇരുത്തിക്കത്തില്ല. അങ്ങനൊരു ബിസിനസ് നാക്കുകളാണ് അതൊക്കെ. ഏറ്റവും കൂടുതൽ കടം പറയുന്ന ആരായിരിക്കും? സാധാരണക്കാരാ കേട്ടോ, പാവങ്ങളാ. നമ്മളവരെ കുറ്റം പറയുന്നുമില്ല. ആര് കടയിലിരിക്കുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ കടം പറഞ്ഞ് കടം പറയുന്ന ഇപ്പം എനിക്ക് ചോദിക്കാനുണ്ടെങ്കിൽ വൈഫ് അവൾ കൊടുക്കും, കടം കൊടുക്കും. അവൾ പറയും ഞാൻ തരാം. പക്ഷേ നമുക്ക് ഈ കടയിൽ മേടിച്ച് വെച്ചിരിക്കുന്ന സാധനം ചന്തയിൽ ചെന്ന് മാർക്കറ്റിൽ ചെന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ കാശ് കൊടുക്കണം. കാരണം അവിടെ സ്ട്രിക്റ്റാണ് കാര്യം. അവർ ഇത്ര പൈസ എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ കുറച്ച് തരും. അടുത്ത പ്രാവശ്യം ആ പൈസയുടെ ശേഷം മാത്രമേ ബാക്കി സാധനങ്ങൾ നമുക്ക് തരത്തുള്ളൂ. അങ്ങനെ അവിടെ സിസ്റ്റം അങ്ങനെ. അപ്പം നമ്മളത് പറയും, ഇപ്പം ഇവിടെ സാധനം വേണമെന്നുണ്ടെങ്കിൽ അവിടെ പൈസ കൊടുക്കണം, അവിടെ പൈസ കൊടുക്കണം, നിങ്ങൾ പൈസ തരണം എന്ന് പറഞ്ഞാൽ പിന്നെ ബിസിനസ്സിൻ്റെ ഒരു നാക്കും ചില സംസാരമൊക്കെ ഉണ്ടല്ലോ. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വൈഫിനോട് പെണ്ണുങ്ങൾ വന്നാൽ പറയും എങ്ങനെയുണ്ട് പുള്ളിക്കാരൻ പണിക്ക് പോയോ, പണിയൊക്കെ ഉണ്ടോ, കുറവുണ്ടോ, മക്കളെന്ത് ചെയ്യുന്നു, പഠിക്കുന്നുണ്ടോ, ഈ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ്. അപ്പം മേടിക്കാൻ വരുന്നവർക്ക്. അപ്പോൾ അവർ പറയും ഇത് കണ്ണാ ഉടനെ നന്നാക്കി കണ്ടോ, കൊണ്ടുപോകും. അല്ലെങ്കിൽ അവളോടും പറയും. അപ്പോൾ ഈ ഇതിൻ്റെ ഒരു മാനസികമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റായി വിശേഷങ്ങൾ അന്വേഷിക്കുകയും ക്ഷേമങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നത്. അവരിങ്ങോട്ട് തിരിച്ചും ചോദിക്കും അവിടെ എങ്ങനെയുണ്ട്, കുഴപ്പമുണ്ടോ എന്നൊക്കെ. എന്തൊക്കെ സാധനങ്ങൾ അവിടെ കച്ചവടം നടത്തുന്നത്? അരിയുണ്ട്, അരി ഐറ്റംസ്, പല അതെ, പല കൊച്ചു പലർക്ക് നിത്യാവസാനങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം സോപ്പ്, ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ബൾക്ക് ഒരുപാടില്ലെങ്കിലും അത്യാവശ്യം വന്നാൽ ഓടി വന്നാൽ കൊടുക്കാനുള്ളത്. കടം പറയുന്ന ഒത്തിരി പേരുണ്ടെങ്കിലും അത് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർത്തത് പെട്ടെന്ന്. ഈ ചില വിശേഷ ദിവസങ്ങളിലെ അന്നൊരു വിഷു ദിവസമാണ്. കഴിഞ്ഞ വിഷുവിന് ഞാനിങ്ങനെ എൻ്റെ കടയിൽ ഇപ്പം വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ അവൾ പല ആഹാര സാധനം ഉണ്ടാക്കാൻ വേണ്ടി വൈഫ് നേരത്തെ അങ്ങ് പോയി. അങ്ങനെ ഇരിക്കുക. ഒരു 12 മണി 11:30 മണി, നമുക്ക് 12 അടുത്തായി. അവിടെ അടുത്തുള്ളൊരു ചേച്ചി വന്നിട്ട് പറഞ്ഞു, കടാ എനിക്കൊരു 1 കിലോ അരി തരണം. ഞാൻ ഞെട്ടിപ്പോയി. കാരണം വിഷുവായിട്ട് ഒരാൾ വന്ന് ആദ്യമായിട്ട് അരി ചോദിക്കുക. അവർ അരി എന്താ ചോദിച്ചു, ഇല്ല ഇല്ല കണ്ണ അരിയില്ല. ശകലം പച്ചക്കറി വാങ്ങിയായിരുന്നു, സാധനമൊക്കെ അത് ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് ശകലം 1 കിലോ അരി വേണം. ഞാൻ പറഞ്ഞാൽ തരാമല്ലോ. പിന്നെ എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞേ, പൈസ ഇല്ലയെന്ന് പറഞ്ഞു. എനിക്കങ്ങ് സങ്കടമായി പോയി. ഞാൻ പറഞ്ഞു എന്താ ചേച്ചി 1 കിലോ മതിയോ? മതി എനിക്ക് 1 കിലോ. അപ്പോൾ ഞാനെന്നാ എൻ്റെ മനസ്സിൽ ഞാൻ 2-3 കിലോ കൂടുതലിട്ടെ ശകലം ബാക്കി സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് കൊടുക്കാം, പൈസ എപ്പോഴും നന്നാവുന്നില്ല കൊടുക്കാൻ. അവർ പറഞ്ഞു വേണ്ട എനിക്കതൊന്നും വേണ്ട, 1 കിലോ അരി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ 1 കിലോ അരി പൊതിഞ്ഞ് അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ അരിയൊക്കെ മേടിക്കാൻ. കാരണം അത് ഒരു ആശുപത്രി കാസൊക്കെ ഉണ്ടായിരുന്നു, അവിടെ പോയിട്ടൊക്കെ ഒത്തിരി താമസിച്ചു. ഇപ്പം 2 പിള്ളേരുണ്ട്. ഇപ്പോൾ ഏതായാലും കഞ്ഞി പോലെ വെക്കണം, വെച്ച് കുടിക്കണം. നമ്മൾ വിഷു എന്ത് വിഷു, നമുക്കങ്ങനെ വിഷുവൊന്നുമില്ല. ഞാനങ്ങ് എൻ്റെ മനസ്സങ്ങ് ഭയങ്കരമായിട്ടങ്ങ്. കാര്യം ഈ ലോകജനത മലയാളികൾ എവിടെ ഉണ്ടോ അവരെല്ലാവരും വിഷുവിന് നാളുകൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങി അവർ ആഘോഷിക്കുമ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യരും ഈ ലോകത്തുണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കാൻ വല്ലാതായിപ്പോയി. അത് അത് മനസ്സിന് വലിയൊരു കാര്യം. നമ്മൾ അഹങ്കരിക്കണ്ട, നമ്മൾ അഹങ്കാരമൊന്നും വേണ്ട. കുറേ ഉണ്ടാക്കി വെച്ച് കഴിച്ചിട്ടൊന്നും കാര്യമില്ല. പക്ഷെ ഒരാളുടെങ്കിലും വല്ല ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കാനുള്ള മനസ്സുണ്ടാക്കണം എന്നുള്ളത്. അതിന് ആ കിട്ടിയത് ആദ്യം ഒരു ഇതാ. ആ ചേച്ചി അത് വാങ്ങിട്ട് പോയി. 2 ദിവസം കഴിഞ്ഞ് കാശ് കൊണ്ട് കൊടുത്തു. നമ്മൾ മിക്കപ്പോഴും കാണുന്ന ആൾക്കാർക്ക്. പക്ഷേ അവർക്ക് ഇത്ര ദാരിദ്ര്യമുണ്ടോ ഇങ്ങനെ ആണെന്നൊന്നും നമുക്കറിയില്ല. ചേട്ടനൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നല്ലോ, മോൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് പല നാട്ടുകാരും വന്നിട്ട് ചോദിച്ചു ആ ആൾ വന്നില്ലേ, ഈ ആൾ വന്നില്ലേ എന്നുള്ള പല പ്രശസ്തരുടെയും പേരുകൾ ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പം ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയ സമയത്ത് പലരും ഇതുപോലെ സുഹൃത്തുക്കളൊക്കെ വിളിച്ച് ചോദിക്കുമോ, അവരെന്തെങ്കിലും ഞാനായിട്ടൊരു സഹായം ചെയ്തു തരാം, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്താൽ ശരിയാവും എന്നൊക്കെയുള്ള സജഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞത് എനിക്ക് സുഖമില്ലാതെ ഇരുന്നു. ഞാൻ ഫേസ്ബുക്കിൽ എഴുതി ഇതുപോലെ ഹോസ്പിറ്റലിൽ ഞാൻ ഇത്ര 5 ബ്ലോക്കുണ്ട് എനിക്ക്, അതുകൊണ്ട് ബന്ധപ്പെട്ട് ആശുപത്രിയിലേക്ക് പോകുന്നു, ഞാൻ ഉടനെ ഓപ്പറേഷനിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ച് പേര് കുറച്ച് പൈസയൊക്കെ വിദേശത്തു നിന്ന് അറിയാൻ മേലാത്തൊരു നമ്പർ ഇവിടുന്ന് തപ്പിയെടുത്തിട്ടൊക്കെ എനിക്ക് കുറച്ച് പൈസകളൊക്കെ ഇട്ട് തന്നു. എന്നിട്ട് പലരും എന്നോട് ചോദിച്ചത് കടയുണ്ടെങ്കിൽ
കടയിലേക്ക് എന്താണ് വേണ്ടത്, വിൽക്കുവാനോ എന്താണ് വേണ്ടത് അത് തരാം. പിന്നെ ഈ ചെറിയ ചെറിയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി വെക്കുന്ന ചില കമ്പനി പോലത്തെ ചെറിയ ചെറിയ സംരംഭകരുണ്ട്. പലയിടത്തുനിന്നും, കോഴിക്കോട് നിന്നും ഒരുപാട് സ്ഥലത്തു നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രോഡക്റ്റ് ഉണ്ട് ഈരാറ്റുപേട്ട, അവിടെ നിന്നൊക്കെ ഞങ്ങളുടെ പ്രോഡക്റ്റ് ഉണ്ട്, നിങ്ങളുടെ കടയിൽ വെക്ക്, അത് വിൽക്കുക, അതിൻ്റെ ഞങ്ങൾ ഇത്ര ശതമാനം ഇടുന്നത്, പക്ഷേ അത്ര ശതമാനം വേണ്ട, കണ്ണനായതുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേയേറെ സഹായങ്ങൾ എന്നെ വിളിച്ചു. ഞാൻ അവരോടെല്ലാം വളരെയേറെ നന്ദി പറഞ്ഞു. കാര്യം ഒരുപാട് നന്ദിയുണ്ട്. കാരണം എൻ്റെ വൈഫിനെ സംബന്ധിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കടയൊന്നും തുറക്കാൻ പറ്റില്ല. എങ്ങനെയായാലും 2 മാസമെങ്കിലും അടച്ചിടേണ്ടി വരും. കാരണം പുള്ളിക്കാരി എപ്പോഴും എൻ്റെ കൂടെ വേണം. ഈ മുറിവുകൾ എല്ലാം കഴുകി കെട്ടാനും ഇതിന് കുറച്ച് ഹോസ്പിറ്റലെല്ലാം ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരും, ബാക്കിയൊക്കെ വൈഫാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വിശ്രമം ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തരുന്ന സാധനങ്ങൾ ചിലപ്പോൾ അവിടെ ഇരുന്ന് പോകും. അതുകൊണ്ട് വളരെയേറെ സന്തോഷം, നന്ദിയാണ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ സാമ്പത്തികമാണെങ്കിൽ പറഞ്ഞാൽ മതി, എന്ത് സഹായം വേണമെങ്കിലും ഞാൻ പറഞ്ഞ കണ്ണം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. നമുക്ക് ചെയ്യാമെന്നൊക്കെ. അങ്ങനെ ഒരുപാട് പേര് വിളിച്ചു, വിദേശത്തു നിന്നൊക്കെ വിളിച്ചു. ഒത്തിരി പേര് വാഗ്ദാനങ്ങളല്ല, അവരുടെ മനസ്സാണ്. കണ്ടാൽ വിഷമിക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കേട്ടെ. ഇത് കഴിഞ്ഞു യുക്കത്തിൽ ഇപ്പം ഞാൻ പോകുന്നതാണ്. ഇപ്പം അവിടെ നിന്ന് തന്നെ എൻ്റെ നാട്ടിൽ തന്നെയുള്ള കുറേയേറെ ആൾക്കാർ നമ്പർ തപ്പിയെടുത്ത് തന്നെ വിളിച്ചു. അവിടെ വരുന്നു എന്ന് പറഞ്ഞു. കണ്ണാ സന്തോഷം, നമുക്ക് അവിടെ വെച്ച് കാണാം, ഞാൻ എൻ്റെ അടുത്തുണ്ട്, മറ്റുള്ളത് ഓരോ സ്ഥലങ്ങളുടെ പേരൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ സന്തോഷം, വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. അതവർക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഈ കാണിക്കുന്ന കോമഡി ഈ പരിപാടികളും കാര്യങ്ങളും ചെറിയ ചെറിയ സിനിമകളും നല്ല വലിയ സിനിമകളൊക്കെ ചെയ്തിട്ട് എനിക്ക് നമ്മളിലേക്ക് ഇത്രയും മനുഷ്യരിങ്ങനെ നമ്മളെ സ്നേഹിക്കുമെന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. തീർച്ചയായിട്ടും നമുക്കത് വലിയൊരു അനുഗ്രഹമാണ് നമ്മളെ സംബന്ധിച്ച്. പലരും ഇപ്പം നമ്മുടെ അടുത്ത് തന്നെ ഒരാൾ ഇതുപോലെ ആർട്ടിൻ്റെ ഇതായിട്ട് ഓപ്പറേഷൻ പറഞ്ഞില്ല, ആൻറ്റിയോഗ്രാം ഇതൊക്കെ ചെയ്ത് നിൽക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് തമാശക്കാലം പറഞ്ഞ് കണ്ണനെയൊക്കെ സഹായിക്കുന്ന ഒത്തിരി ആളുണ്ടല്ലോ, നമ്മളിന്ന് സഹായിക്കാൻ വളരെ കുറവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല, എന്നിലേക്ക് വന്ന് ചേരുന്നതാ. ഇപ്പം ചേച്ചിയെ സംബന്ധിച്ച് അപ്പം എൻ്റെ വൈഫിനോടാണ് പറയാം. അപ്പോൾ വൈഫ് പറഞ്ഞു, അതിപ്പം ചേട്ടനിങ്ങനെ അറിയാവുന്നവരും ഒക്കെ ആയിട്ട് പരസ്പരം പറഞ്ഞൊക്കെ വരുന്നതാണ്, നമുക്കും വരും, ചേച്ചിക്കുമൊക്കെ വരും അതിനുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനുഷ്യർ വന്നോളും. പക്ഷേ ഇത് പുറലോകം അറിയാനുള്ളത് നമ്മളത് പറയണം. നമുക്കിങ്ങനെയാണ് നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണെന്ന് പറയാനോ ഉള്ള ഒരുപാട് മാധ്യമം ഇപ്പം സോഷ്യൽ മീഡിയ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ കൂടെയൊക്കെ ഒന്ന് പറയുമ്പം തീർച്ചയായിട്ടും 1000 പേര് കാണുമ്പോൾ ഒരു 10 പേര് നമ്മളെ വിളിച്ച് ചോദിക്കും, അല്ലെങ്കിൽ അവരെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കും. അങ്ങനെ ഒരു രീതിയിൽ കൂടി അത് പിന്നെ ഈ മിസ്യൂസ് ചെയ്യുന്നവരുണ്ട്, അതാണ് ഏറ്റവും പ്രശ്നം. അതായത് ഈ രോഗമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ് പലരും അവരുടെ അക്കൗണ്ട് നമ്പർ ഇടും, അതിനകത്ത് എല്ലാവരും അറിയാതെ പൈസ ഇട്ട് കൊടുക്കും. അതും യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ, ഒരുപാടുണ്ട്. പക്ഷേ എനിക്ക് 2 പേര് പറഞ്ഞു, ചേട്ടന് വേണ്ടി 2 സംഭവം ചെയ്യാം, അക്കൗണ്ട് നമ്പരും ചേട്ടനെ ഡീറ്റെയിൽസ് ഇട്ട് തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരാ, എനിക്കുള്ളത് ഞാൻ തപ്പിയെടുത്തോളാം, എനിക്ക് സഹായത്തിനും ഈ ചോദ്യത്തിന് തന്നെ വളരെ സന്തോഷം. അത് ഞാൻ കാരണം പലരുടെ അനുഭവങ്ങളും പലരുടെ ജീവിതവും കബളിപ്പിക്കപ്പെട്ടതൊക്കെ നമ്മൾ നിത്യനെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട്, കൂട്ടത്തിൽ ചില സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിട്ടുള്ളതുകൊണ്ടും ഞാനതൊക്കെ ഒഴിവാക്കും. നമുക്ക് വരാനുള്ളത് നമുക്ക് എപ്പോഴായാലും വന്നു ചേരുമല്ലേ, അത്രേ ഉള്ളൂ. നമ്മുടെ പേരും പറഞ്ഞ് മറ്റൊരുത്തന്നെ ചതിക്കാനും മറ്റുള്ളവനെ അവനെ നിന്നുള്ള കവർന്നെടുക്കാനും ഇതിന് എൻ്റെ ആവശ്യമില്ല. നമുക്കുള്ളത് തമ്പുരാൻ തരും. ഇത് തന്നെ വലിയ ഭാഗ്യമല്ലേ, ഇത്രയും പൈസ കൊടുത്ത് വലിയൊരു മമ്മൂട്ടി എന്ന് പറയുന്ന മഹാമനുഷ്യൻ അദ്ദേഹം നമുക്ക് വേണ്ടി ഇത്ര ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ കാര്യം തന്നെ. ഇപ്പോൾ 40 വർഷത്തിലധികമായിട്ട് കണ്ണൻ സാഗർ എന്ന വ്യക്തിയെ കേരളത്തിലും അതുപോലെ മലയാളികളുള്ള എല്ലാ സ്ഥലങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും അറിയാവുന്ന ഒരാളാണ്. 40 വർഷമായി വന്നിട്ടല്ലേ? അതെ, 40 വർഷം. അപ്പോൾ എന്താണ് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നത്? ആ പഴയ 40 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു വ്യക്തിനെ ഇപ്പോൾ ഒന്ന് സങ്കല്പിച്ച് നോക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ശരിക്കും നമ്മുടെ സൂചിക കയറുന്ന പോലെ, പൂജ്യത്തിൽ നിന്നും സൂചിക മേളിൽ കയറുന്ന പോലെ എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് എനിക്കൊരു ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ എനിക്കൊരു ആപത്ത് വരുമ്പോൾ സഹായിക്കാൻ കുറേയേറെ ആൾക്കാരുണ്ടെന്നാണ് ഏറ്റവും വലിയ സമ്പാദ്യം. എൻ്റെ സംഘടന, എൻ്റെ മിമിക്രി സംഘടന ആദർശ് കെ പ്രസിഡൻറ്റ്, ഷാജോൾ സെക്രട്ടറി, കലാഭവൻ നമ്മുടെ പക്രുവാണ് അജയൻ, അദ്ദേഹമാണ് ട്രഷറർ. അങ്ങനെയുള്ള കുറേയേറെ സഹോദരങ്ങൾ നമുക്കൊക്കെ സഹായിക്കാനും നമ്മുടെ ക്ഷേമം അന്വേഷിക്കാനും കൂടെ ഉണ്ട് കേട്ടോ കണ്ണാ എന്ന് പറയാനും ഒക്കെയുള്ള ആ മനസ്സൊക്കെ അവരിലൊക്കെ ഒരുപാട് ഈ സംഭവം വന്നപ്പോഴൊക്കെ ഒത്തിരി നമ്മളെ അവർ സഹായിച്ചു. സംഘടന സാമ്പത്തികം ഒന്നും അല്ലാതെ
കുറേയേറെ പേര് വീട്ടിൽ വന്നു, ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യും, എങ്ങനെയുണ്ട് അത് പിന്നെ സോഷ്യൽ മീഡിയ വഴി ഒക്കെ വലിയ അഭ്യർത്ഥനകളും സ്നേഹവും ഒക്കെ ചെയ്യുന്നത്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സംഭവമാണ്. പിന്നെ നല്ലൊരു വീട്, അത് എനിക്ക് ഇപ്പോഴും സ്വപ്നത്തിലാണ്. നല്ലൊരു വീട് വേണം. വീട് ഞാൻ പണിതിട്ടില്ല, പഴയൊരു വീടാണ്. കുറെ കാലങ്ങളായിട്ട് വാടക വീട്ടിൽ തന്നെ താമസം അല്ലേ? അതെ അതെ അതെ. അപ്പോൾ അത് ചെറുതായിട്ട് ഞാനൊന്ന് പണിതു, തറയും മേൽവശം സീലിംഗ് അത് ഇതൊക്കെ പിന്നെ ടൈൽസൊക്കെ ഇടിച്ച് കൊച്ചു വിടാം. അപ്പം മകൻ്റെ വിവാഹം വന്നപ്പം ആ വീട്ടിൽ പറ്റത്തില്ല, ഒരു സെപ്പറേറ്റ് റൂമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുക. മനുവായിട്ടൊരു വീട്ടിൽ വാടക താമസിക്കുക. പിന്നെ ആ വീടൊക്കെ ഒന്ന് ചെറുതൊന്ന് പണിത് സ്ഥലമുണ്ട്, അപ്പോൾ ഒന്ന് വീട് വെച്ചാൽ മതി, അങ്ങനെയാ? വീടും വെക്കണമെന്നുണ്ട്. കടയൊന്നും വിപുലപ്പെടുത്തണം. കട വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആണല്ലോ. അപ്പോൾ വീട് പണിയുമ്പോൾ തീർച്ചയായിട്ടും അതും കൂടെ കൂട്ടി പണിതെടുക്കാന്നുള്ളൊരു ഇതിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു ഇനിയിപ്പം നമ്മളിപ്പം എല്ലാവരും എനിക്ക് ഇങ്ങനെയാണ്, അപ്പം എന്തെങ്കിലും ആരെങ്കിലും ഒന്നും സഹായിച്ചാൽ നടക്കുമെന്നും ഒരിക്കലും ഞാനങ്ങനെ പറയുന്നില്ല. ഞാൻ അതിൻ്റെ മുമ്പോട്ടുള്ള പ്രയത്നത്തിലാണ്. കാരണം ഞാൻ പറഞ്ഞു, 2ാം ജന്മമാണ്. ഇനിയിപ്പം അവസരങ്ങളും കാര്യങ്ങളൊക്കെ വരട്ടെ. ചെയ്യാനുള്ളതൊക്കെ നമ്മളങ്ങ് ചെയ്തുകൊണ്ടിരിക്കും. അതെ അതെ, തീർച്ചയായും വരാനുള്ളതൊക്കെ വരും. അത്രേ ഉള്ളൂ. ഞാൻ വാഴ സിനിമ 2 വാഴ 2-നകത്ത് ഒരു വേഷം ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേയേറെ പേര് വിളിച്ചു. അതെ, നല്ലൊരു ടച്ചിങ് ആയിട്ടുള്ള ഒരു വേഷമായിരുന്നു. കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളെങ്കിലും ആൾക്കാർ അത് ഓർത്തിരിക്കുമായിരുന്നു അല്ലേ? അതെ അതെ അതെ. അത് ആ സിനിമയ്ക്ക് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നൊരു വേഷമായിരുന്നു. എന്നെ അതിൻ്റെ സബിൻ സാ എന്ന് പറയുന്ന എൻ്റെ ഡയറക്ടർ വിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടാ, ഞങ്ങൾ നേരത്തെ അറിയാവുന്ന സബിന്, തിരുവല്ലക്കാരനത്, ചേട്ടാ ഇങ്ങനൊരു വേഷമുണ്ട്, വന്ന് ചെയ്യണം, ബിജുക്കുട്ടൻ്റെ ചേട്ടനാട്ടാ എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പറവൂരൊരു സ്ഥലത്താണ്, അവിടെ ചെന്ന് അഭിനയിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ബിജുക്കുട്ടനായിട്ട് ഒരു സീൻ ഷൗട്ട് ചെയ്ത് ഇറക്കി വിടുന്നൊരു സീനുണ്ട്. അത് കഴിഞ്ഞിട്ട് കാരാബാനിൽ ഇരിക്കുമ്പോൾ ബിജു എന്നോട് ചോദിച്ചു, എടാ നിനക്ക് അടുത്ത സീൻ എന്താണെന്നറിയോ? ഇല്ല, അടുത്ത സീൻ നല്ല സീനാണ് കേട്ടോ. എന്തോ അതൊരു ഭയങ്കര ഇൻഷുറൻസാണ്, ഒരു വലിയ വിഷമമുള്ളൊരു സീനാണ്, അവർ പറയും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിഷമമുള്ള സീൻ എന്നിട്ട് അറിയില്ല. അപ്പോൾ ഡയറക്ടർ ചെറിയ സൂചന തന്നായിരുന്നു, ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ സീനാണ്, ഇങ്ങനെ പറയുന്ന ഡയലോഗ്സിന് ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ ചെന്ന് കഴിയുമ്പം ചെറിയൊരു ഹോസ്പിറ്റൽ സീനിൽ ഈ ഡയലോഗ്സ് രാവിലെ തന്നു. ചേട്ടാ ഇതാണ് സീൻ പറഞ്ഞ് വായിച്ചു നോക്കിയപ്പോൾ തന്നെ അതിലെ ഡയലോഗുകളൊക്കെ ശരിക്കും മനസ്സിൽ കൊള്ളുന്ന, ഒറ്റ വായന വായിച്ചപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടത് മനസ്സിൽ കൊള്ളുന്ന. ഇപ്പം ഞാൻ ചെന്ന് ഡയറക്ടറോട് പതുക്കെ ചെന്ന് പറഞ്ഞു, ചെവി പറഞ്ഞു, അതെ ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. അപ്പോൾ എനിക്ക് ചില അഭിനയം വരുമ്പോൾ ചില മിമിക്രിയുടെ ഒക്കെ കയറി വന്നാൽ അത് ബുദ്ധിമുട്ടാകും. അപ്പം ഞാനിത് ചെയ്യുമ്പോൾ മിമിക്രിയുടെ എന്തെങ്കിലും ഭാവങ്ങൾ വന്നാൽ അങ്ങ് ശ്രദ്ധിച്ചിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരണം, അതെൻ്റെ ഒരു ആഗ്രഹമെന്ന് പറഞ്ഞു. ചേട്ടൻ ചെയ്തോടാ, ചേട്ടനൊക്കെ ചെയ്തു, ചേട്ടന് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ആവശ്യമുള്ള ഞങ്ങൾ എടുത്തോളാം, ചേട്ടൻ ചെയ്താൽ മതി, ഡയലോഗ്സ് തെറ്റാറ് പറഞ്ഞോളാം പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് സീനെടുക്കാൻ വേണ്ടി എല്ലാം ഇതായി ക്യാമറ എല്ലാം ഓണാക്കി റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് ഒരു ആദ്യത്തെ സീനെടുത്ത് ആദ്യത്തെ ടേക്ക് എടുത്തപ്പോൾ തന്നെ ഞാൻ കുറേ കരഞ്ഞു പോയി, കുറേ ഓവർ കരഞ്ഞു. അപ്പം ചെവിയിൽ ഒച്ചപ്പാടൊന്നുമല്ല, ചെവി ചേട്ടാ അത്രയും കരയണ്ട, ഇത്രയും വേണ്ട, കുറച്ചൊരു നോർമലി പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ അല്ലാതെ ഇല്ല, ചേട്ടൻ ചെയ്തു. പിന്നെ 2ാമത് ചെയ്തപ്പോഴും അതിൻ്റെ ഇന്ത്യ വന്നപ്പോൾ ഞാൻ ഒന്നുകൂടുന്നു ആ കരച്ചിൻ്റെ, അപ്പോഴും കട്ടുകൂറും ചേട്ടൻ അതല്ല ചേട്ടൻ ചെയ്തതിന് അവിടുന്ന് അവിടെ വരുമ്പം അവിടെയും ഫ്ലാറ്റ് അടങ്ങ് വിട്ടു, അല്ലാതെ ഒന്നും വേണ്ട. ചേട്ടൻ മരിച്ചു കിടക്കുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വേദന ഉള്ളിലോട്ട് വന്ന് അത് ചെയ്താൽ മതി. 3ാമത്തെ ടേക്ക് ഞാൻ ചെയ്തു, ഓക്കെ ആയി, എല്ലാവരും ഭയങ്കര കൈഡിയൊക്കെ അടിച്ചു, അത് സന്തോഷമായി. അതെല്ലാം കഴിഞ്ഞു, പടമിറങ്ങി ഏപ്രിൽ 2-ാം തീയതി ഇറങ്ങുന്നത് 3-ാം തീയതി എന്നെ ഓപ്പറേഷൻ കിട്ടും. അപ്പോൾ 1-1.5 മാസത്തേക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. ഈ പടം കണ്ടിട്ട് പലരും വിളിയോടുകൂടി അടിപൊളി എന്ന് പറഞ്ഞ് 2 സീൻ ചെയ്തിട്ടും ശ്രദ്ധിക്കപ്പെട്ട സീൻ. അത് തന്നെ 258 കോടി രൂപ കൊണ്ട് കളക്ട് ചെയ്ത സിനിമയാണ്. അപ്പോൾ മലയാളികൾ ഏതാണ്ട് 3.25 കോടിയിലെ 2.25 കോടി ജനങ്ങളും തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ് വാഴ. അത് വലിയൊരു ക്രെഡിറ്റാണ്, നമ്മൾ ഒരുപാട് പേര് ശ്രദ്ധിച്ചു, അത് വലിയൊരു ഭാഗ്യമാണ്. പിന്നെ ജസൂര്യ വിളിച്ച് അദ്ദേഹത്തിൻ്റെ പടത്തിലെ ഒരു വേഷം തന്നായിരുന്നു, മറ്റേ ആടുത്രീ പാലക്കാടായിരുന്നു. ഞാൻ അളീറ്റ്സിൻ്റെ ഷൂട്ട് നിൽക്കുമ്പോൾ അവിടെ നിന്ന് നേരെ പാലക്കാട് വന്നു, തിരുവനന്തപുരത്ത് വന്ന് പാലക്കാട് വന്ന് അത് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ 1-2 സിനിമകൾ വിളിച്ചു. പിന്നെ മമ്മൂട്ടി കമ്പനിയുടെ മമ്മൂക്കയുടെ ഒരു
ഇവിടെ തമിഴ്നാട്ടിൽ പടം നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ വിളിച്ചിട്ട് ഒരു 3 ദിവസം ഡേറ്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഓടാനും ഒരുപാട് ചാടാനും പറ്റില്ല, കാരണം പ്രശ്നം കഴിഞ്ഞിരിക്കുന്ന കാരണം എനിക്ക് വലിയ ഭാരം പൊക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയുണ്ട് എന്ന് പറഞ്ഞു. ചിലപ്പോൾ നോർമലി ആയിരിക്കും, അതിൽ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എൻ്റെ ഉള്ളിലാകുമ്പോൾ നമുക്കൊന്ന് കാണാം, നമുക്കുണ്ടല്ലോ അവിടെ. അപ്പോൾ കാണണം, ആ കാലിലൊക്കെ ഒന്ന് തൊട്ട് എനിക്ക് സന്തോഷം കൊണ്ടൊക്കെ ഇരിക്കുക. അപ്പം 3 ദിവസം ഡേറ്റ് തന്ന് ആ ഡേറ്റിൻ്റെ തലേ ദിവസം ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു, കാരണം വിളിക്കാനിരിക്കുകയായിരുന്നു. അതിനകത്ത് ശകലം റഫാ ഒരു ഓട്ടവും ചാട്ടവും ഇതൊക്കെ ഉള്ള പോലെ. അപ്പോൾ അവിടെ തമിഴിൽ നിന്നൊരാളെ വിളിച്ച് തമിഴ്നാട്ടിൽ തന്നെ വിളിച്ച് അങ്ങ് ചെയ്യിച്ചു. അപ്പം സീനുണ്ട്, അത് സെപ്റ്റംബറിൽ ഓഗസ്റ്റ് ആയിരിക്കും. ഞാൻ പറയും ഓഗസ്റ്റ് ഇങ്ങനെ ഓണോട്ട് ബന്ധപ്പെട്ട് ഞാൻ വെളിയിൽ UK പോകുന്നുണ്ട്. എപ്പോൾ വരും? ഞാൻ പറഞ്ഞു സെപ്റ്റംബറിൽ ഒരു 14-15 കൂടി ഞാൻ എത്തുന്നു. അത് കഴിഞ്ഞിട്ട് എറണാകുളത്ത് ഷൂട്ടുണ്ടാകും, അവിടെ നമുക്ക് എന്തെങ്കിലും വേഷം ഉണ്ടാകും, നമുക്ക് ചെയ്യാം, കണ്ണനകത്ത് ചെയ്യാൻ കേട്ടോ എന്ന് പറയും. ആരോപമണി സാറായിരുന്നു, അതൊക്കെ എന്നെ വിളിച്ചു. അങ്ങനെ നിൽക്കുന്നു. അത് മമ്മൂട്ടിയും കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. സത്യം. അപ്പം നമുക്ക് ചിലപ്പം കൊച്ചിയിലുണ്ടാവും, ഈ പടത്തിന് ഷൂട്ടായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. അപ്പോൾ എന്നാലും അങ്ങനെയെങ്കിലും ഒന്ന് കാണാം എന്നുള്ളൊരു. ഈ കണ്ണൻ സാഗറിന് എങ്ങനെയാ ഞാൻ ഒരു കലാകാരനാകും, അല്ലെങ്കിൽ ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ആകും, നടനാകും എന്നൊക്കെ ഉള്ളൊരു തോന്നൽ എങ്ങനെയാണ്? ഈ ഒരു ജേർണി എങ്ങനെയാ അതിലേക്ക് വന്ന് പെട്ടത്? എൻ്റെ അത് പറയുമ്പോൾ ശകലം ചെറുപ്പത്തിൽ പോകേണ്ടി വരും. ഞങ്ങളുടെ അടുത്ത് ഒരു ശക്തി എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ടായിരുന്നു, ശക്തി ക്ലബ്ബ്. അപ്പോൾ അവിടെയുള്ള അന്ന് ആ കാലത്തുള്ള ചേട്ടന്മാർ ഓണാഘോഷത്തിന് ഒരു 2 ദിവസം, ഒരു ദിവസം മെയിൻ പരിപാടി, തിരുവോണത്തിന് അന്ന് മെയിൻ പരിപാടി, ഉത്രാടത്തിന് അന്ന് പിള്ളേരുടെ ഓട്ടവും ചോട്ടവും കലാപരിപാടികൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് വർഷങ്ങളായിട്ടും ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ അതിങ്ങനെ എല്ലാ ഓണത്തിനും ചേട്ടന്മാരുടെ പരിപാടികൾ അവർ അവതരിപ്പിക്കുന്ന, ഒരു നടിയെ വിളിച്ചിട്ട് ഒരു 2 മാസം മുമ്പേ കൊണ്ടുവന്ന് റിഹേഴ്സലൊക്കെ ചെയ്ത് അവർ അവതരിപ്പിക്കുന്ന നാടകവും ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ട് ഞാൻ അവരുടെ കൂടെ, എൻ്റെ ചേട്ടനൊക്കെ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ ആ വേദികളിലൊക്കെ ചെന്ന് ഞാൻ ചെറിയ പാട്ട് പാടാനും താളം കൊട്ടാനും ഒക്കെ ഇട്ട് കൂടി. അവിടെ നിന്നാണ് എൻ്റെ തുടക്കം. അപ്പം അന്ന് മുതൽ വേദിയോടൊരു വലിയൊരു ആവേശം, വേദിയിൽ കയറുക, ജനങ്ങളെ കാണുക, അവരുടെ മുമ്പിൽ എന്തെങ്കിലും അവതരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ പാട്ട് പാടാനൊക്കെ പാടിയിട്ട് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ഇറങ്ങി ഓടിയിട്ടുണ്ട്, കാരണം ജനങ്ങൾ കൂവിട്ട് ഇറങ്ങി പോടാന്ന് പറഞ്ഞു, കുഞ്ഞല്ലേ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അതൊരു ഇപ്പോൾ അങ്ങനെയുള്ള സാംസ്കാരിക പരിപാടികളൊന്നും എനിക്ക് തോന്നുന്നു ക്ലബ്ബുകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഈ വായനശാലകളൊക്കെ ഉണ്ടെങ്കിലും അന്നൊക്കെ ഈ കലയിൽ പ്രോത്സാഹിപ്പിക്കാൻ നമ്മളറിയാതെ തന്നെ നമ്മൾ കലയിലേക്ക് ആഴ്ന്നു വന്ന ചില നിമിഷങ്ങളുണ്ടായിരുന്നു. ഇത് ഓണത്തിൻ്റെ ആ പാട്ട് കേൾക്കുന്നതും ആ മൈക്ക് കോളാമ്പ് നിന്ന് കിട്ടുന്നതും. അപ്പം ഈ ഓണത്തിൻ്റെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ ആ ക്ലബിൻ്റെ പരിസരത്ത് ഗ്രൗണ്ടിൻ്റെ സൈഡിൽ മൈക്കാരും വരുന്നതും മുതൽ അവരുടെ കൂടെ കൂടുന്ന ഞാൻ. അപ്പോൾ രാത്രി ചിലപ്പോൾ 12 മണി 1 മണിയൊക്കെ ആവും ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് വീട്ടിൽ പോകുമ്പോൾ അവരുടെ കൂടെ കൂടുക, നമ്മളും അതിൻ്റെ ഭാഗമാകുന്നു. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം അവിടെ നിന്നാണ് എനിക്ക്, പിന്നെ ഞാൻ തബല പഠിച്ചു. ഒരു 6 വർഷത്തോളം തബലിസ്റ്റായിരുന്നു. തബല കുറേ ഗാനമേളയ്ക്കും കുറേയൊക്കെ വായിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ അങ്ങ് നിർത്തി. അപ്പോൾ അവിടെ നിന്നാണ് മിമിക്രി ചെയ്യാൻ തുടങ്ങിയത്. എങ്ങനെയാണ് മിമിക്രി ചെയ്യാൻ തുടങ്ങിയത്? പണ്ട് അക്കിമുക്ക എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു കോട്ടയത്ത്. അക്കിമുക്ക, അദ്ദേഹം ദി ഗാർഡിൻ്റെ ഒക്കെ സംവിധാനമായിരുന്നു. കലാഭവൻ മണി ഒറ്റയ്ക്ക് വെച്ച് ചെയ്തൊരു പടം, അതിൻ്റെ ഡയറക്ടറായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അപ്പം അദ്ദേഹം, ഞാനിങ്ങനെ ഈ ശബ്ദങ്ങൾ ചെയ്യും മിമിക്രിയിൽ, ചില കിളികളുടെ കോഴികളുടെ ഒക്കെ ശബ്ദങ്ങൾ ചെയ്യും. ഇപ്പം ഞാൻ ഇതുപോലെ ഒറ്റയ്ക്ക് നിന്നൊരു വേദി ചെയ്തപ്പോൾ പുള്ളി എങ്ങനെ കണ്ടു, ഈ സംഭവം കണ്ടിട്ട് അവരുടെ കൂടെ എന്നെ വിളിച്ചു. കോട്ടയത്തേക്ക് ഒരു ദിവസം വിളിച്ചിട്ട്, അന്നൊന്നും ഫോണൊന്നുമില്ല, അന്നൊക്കെ ലെറ്ററാ, കാർഡ് ഇടുക. ഞാൻ ഹക്കീമാണ്, കോട്ടയം തിരുനക്കര ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ആ വാതിക്കലുണ്ടാകും, മുടിയും താടിയൊക്കെ വളർത്തിയ ആളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞു എനിക്കൊരു കാർഡ് വന്നു. ഞാൻ അത് പ്രകാരം അവിടെ ചെന്ന് അദ്ദേഹത്തെ പോയി കണ്ടു കഴിഞ്ഞു. സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ഇതിന് പറഞ്ഞു, ഇതിൽ മനോരമയുടെ ഒരു 50ാം വാർഷികം കണ്ട് വലിയ പരിപാടിയാണ്, കണ്ടത്തിൽ ഫാമിലിയുടെ വലിയ ഷോ ഒക്കെ ഉണ്ട്, കുടുംബ പരിപാടിയാണ്. അപ്പം അവരുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട ചില അവരുടെ കാരണവന്മാരിലൊക്കെ ഉണ്ടായിട്ട് ചില തമാശകൾ നമ്മൾ സ്കിറ്റ് രൂപമാണ് അവതരിപ്പിക്കുന്നുണ്ട്. അത് അക്കിമക്കയും ഒരു അശോകൻ പറഞ്ഞ ആൾ, നടൻ അശോകനല്ല, ചങ്ങള അശോകൻ പറഞ്ഞ മിമിക്രി ആർട്ടിസ്റ്റുണ്ട്, അക്കിം അശോകൻ, അവർ രണ്ടുപേരെ അവർ ഉണ്ട്. പിന്നെ ഒരു എമ്മൻ, കോട്ടയത്തുള്ള എമ്മൻ എന്ന് പറഞ്ഞു വർഗീസ്, അതൊക്കെ കൊണ്ട് നമ്മൾ 4 പേരുടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓരോ ചെറിയ ചെറിയ ക്യാപ്സ്യൂളുകളാണ്, അതിങ്ങനെ വെച്ച് അഭിനയിക്കും ചെയ്യും. അപ്പം ഞാൻ അവർക്ക് സൗണ്ട് ഇട്ട് കൊടുക്കും, പുറത്തുനിന്ന് സൗണ്ട് ഇട്ട് കൊടുത്ത് ഇടയ്ക്ക് വന്ന് അഭിനയിക്കുകയും ചെയ്യും. അങ്ങനെ ഇക്കടകൾ കൂടിയാണ് കോട്ടയത്തൊരാൾ പോയി ചെറിയ ട്രൂപ്പ് ഇടാമെന്ന് പറഞ്ഞിട്ട് മിമിക്രി ചെയ്യാൻ ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ മിമിക്രി ചെയ്യാൻ ട്രൂപ്പ് ഇട്ടു.
ഞാൻ കോട്ടയത്ത് റെസ്റ്റ് ഹൗസിൽ എന്നെ ഒരു ദിവസം വിളിച്ചു വരുത്തി. ഞാൻ അവിടെ ചെല്ലുമ്പോൾ വെളുത്ത് വണ്ണം കുറഞ്ഞ ചെറിയ താടിയൊക്കെ വെച്ചൊരു ഒരു പയ്യൻ ഇങ്ങനെ ഭയങ്കര ബഹളമൊക്കെ വെച്ച് നടക്കുന്നതിൽ ഞാൻ ഇത് വരെ കഥ അങ്ങനെ വിചാരിച്ചു. അപ്പം ഞാനപ്പോൾ ആ ജിജുമോൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവനോട് ചോദിച്ചു ഇതേതാ ആ പാർട്ടി? ആ പുള്ളി മംഗളം കലാസാഹിത്യവേദി ഇടുക്കി ജില്ലയെ പ്രതിനിധീകരിച്ച് വന്ന ഒരു ആർട്ടിസ്റ്റാണ്. പുള്ളിയോട് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ മിമിക്രി ട്രൂപ്പറാന്ന് പറഞ്ഞു, സഹകരിക്കാമെന്ന് പറഞ്ഞു. പുള്ളിയുടെ പേര് ജാഫർ ഇടുക്കി എന്നാണ്. ജാഫറിനെ നമ്മളെ വെച്ച് പരിചയപ്പെടുന്നത്. അന്ന് പരിചയപ്പെട്ട് ഞങ്ങൾ ട്രൂപ്പിട്ടു. 10-11 വർഷം ഞങ്ങൾ മാട്ട എന്ന് പറഞ്ഞാൽ ചെറിയൊരു പരിപാടി 3-4 പേര് കൂടുന്നു. അങ്ങനെ കുറേ കൂടി അവിടുന്ന് കലാപൂർ റഹ്മാനക്ക ഞങ്ങൾ രണ്ടുപേരും കൂടെ അദ്ദേഹത്തിൻ്റെ കൊച്ചിൻ ജോക്സിൻ്റെ സമിതിയിലേക്ക് വിളിക്കുന്നു. 1990 ഞങ്ങളെ രണ്ടുപേരുടെ ചെല്ലുന്നു. ഞാനും ജാഫറോടെ അവിടെ കയറുന്നു. പിന്നെ അവിടെ നിന്നുള്ള പ്രൊഫഷണൽ പ്രയാണം ഇങ്ങനെ തുടരുകയാണ്. കൊച്ചിൻ സാഗർ, കൊച്ചിൻ കലാഭവൻ, രസിക, കുറേ സമിതികൾ കൂടി, തിരുവനന്തപുരത്തുള്ള സമിതി. അതിങ്ങനെ വന്ന് പിന്നെ തബലയൊക്കെ മറന്നില്ല. അതുണ്ടെങ്കിലും അത് കൂടുതലാകാനുള്ള ഇതൊന്നുമില്ല. പിന്നെ മിമിക്രിയിലേക്ക് പറ്റി അഭിനയമായി, പിന്നെ ആഗ്രഹം സിനിമയായി. ഇപ്പോൾ ഒരുപാട് ആളുകളുടെ എന്താ സൗണ്ട് ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഞാൻ ചേട്ടന് മമ്മൂട്ടി ഭയങ്കര ഇഷ്ടമല്ലേ? അദ്ദേഹത്തിന് സൗണ്ട് ഒന്ന് എടുക്കാൻ പറ്റുമോ? ജാഫറിൻ്റെയോ? അല്ല, മമ്മൂട്ടിയുടെ. ഇല്ല, ഞാൻ അതൊക്കെ നമുക്ക് റേഞ്ച് കിട്ടത്തില്ല. ഞാനിപ്പോൾ 2-3 നടന്മാർ ചെയ്യും. ചേട്ടന്റെ ഒരു സ്ത്രീ വേഷം ഉണ്ടല്ലോ, അത് ഭയങ്കര ഹിറ്റാണ്. അമ്മച്ചിയുടെ വേഷം. അമ്മച്ചിയുടെ അത് ഞാനൊരു സ്കിറ്റാ, ഒരു ബീഗാലാൻഡ് വിടുന്നൊരു അമ്മച്ചി. ഞാൻ അമ്മമാരുടെ 3 സ്കിറ്റോളം ഇതിട്ടുണ്ടെങ്കിലും 3 ഹിറ്റാ, നല്ല ഇതാ. ഒന്ന് വിതിർത്തങ്കജനെ കൊണ്ടാണ് വീഗാലാൻഡി അമ്മയെ വിടുന്ന സ്കിറ്റ്. അത് മാളച്ചേട്ടനും ഉർവശേച്ചിയും നമ്മുടെ സിദ്ദിഖ് സാറും ഒക്കെ ആ സ്കിറ്റ് കണ്ടിട്ട് മാളച്ചേട്ടൻ എന്നോട് പറഞ്ഞാടാ അത് സ്കിറ്റല്ല, അതൊരു സിനിമയാണ് നീ ചെയ്തത്. കാരണം അതുപോലെ രസകരമായിട്ട് നിങ്ങളത് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു. അമ്മയെ വീഗാലാൻഡി വിടുന്ന അതുമ്പോൾ മകൻ വെള്ളം പിടിച്ച് സന്ധ്യ കയറി വരുമ്പോൾ നാമ ചെയ്യുന്ന അമ്മയ്ക്ക് വരും. അമ്മയെ പിന്നെ സ്നേഹം തലയ്ക്ക് ഉമ്മ കൊടുക്കുന്ന, അമ്മ പാറ പൊട്ടിച്ചോ തല ചുമന്ന എന്നെ വളർത്തിയത്, അങ്ങനെയെന്ന് പറഞ്ഞ് അമ്മയെ അമ്മ സ്നേഹിക്കും ഭയങ്കരമായിട്ടും. ഇപ്പം നേരം വെളുത്ത് കഴിയുമ്പം ഈ അമ്മയോട് അന്ന് രാത്രി പറയും, അമ്മ രാവിലെ ഒരുക്കി നിൽക്കണം, ഞാൻ പിന്നെ സുഖു വണ്ടിയായിട്ട് വരും, ഓട്ടോഷാട്ട്, നമുക്ക് നേരെ വീഗലാൻഡിൽ പോകണമെന്ന് പറയും. തള്ളഭാവം വെളുപ്പിനെ ഒരുക്കി കുളിച്ചൊരുങ്ങി സെറ്റ് കൊണ്ടും കൊടുത്തു കേട്ട് കവറും ഒക്കെ ആയിട്ട് വന്ന് നിൽക്കുമ്പോൾ ഇവൻ പല്ലും ചെന്ന് തേച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവൻ ചോദിക്കും എങ്ങോട്ട് എവിടെ പോകുമെന്ന് പറയും. അല്ല നീ ഇന്നലെ പറഞ്ഞില്ലേ വീഗാലാൻഡിൽ പോകണമെന്ന്. ഇവൻ പറയും ചേട്ടാ ഞാനിന്നലെ വെള്ളം അടിച്ചിട്ടാണ് പറഞ്ഞ് ഇങ്ങനെ തലക്കാച്ചിലാണോ? ഈ തള്ളയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? 10-90 വയസ്സായില്ലേ, അടങ്ങി വീട്ടിൽ കുത്തിയില്ലേ, ഇവിടെ ഇറങ്ങി പോകുന്നത് ഇതന്നെ കവറിന് തന്നെ അവരിലൊന്ന് ഇവിടെ ഒന്നും പറഞ്ഞ് കവർ പിടിച്ച് നോക്കുമ്പോൾ അതിനകത്തൊരു അണ്ടർവെയറാണ്. അപ്പം ഇപ്പോഴുള്ള ഇവൻ്റെ മോൻ്റെ അണ്ടർവെയർ, അവൻ്റെ ചെറുക്കൻ്റെ അണ്ടർവെയർ ഇതന്നെ. അല്ല അവിടെ ചെന്ന് കുളിച്ചിട്ട് ഡ്രസ്സ് മാറണ്ട മോനെ. കൊള്ളാം. ആ സിംബം പുള്ളി കിടന്ന് കുളിച്ച് ശ്വാസം നനച്ച് പോയിട്ട് നിങ്ങളെ കൊന്നെന്നും പറഞ്ഞ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകണം, ഞാൻ ജയിലിൽ കിടക്കണം, എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് അറിയുന്ന ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് വേഷം. അതൊരു ഭയങ്കര ഫീലാണ് ആ രംഗം. തമാശ ആണെങ്കിലും ഇതെല്ലാം കഴിഞ്ഞ് അവർ പറഞ്ഞു വിട്ട് പെണ്ണുമ്പിള്ള വന്ന പോട്ടമ്മ എന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരി അങ്ങ് കയറി സെറ്റ് സാരി എല്ലാം പറിച്ച് കളഞ്ഞു. പോയി കഴിഞ്ഞു പിറ്റേ ദിവസം സെയിം സന്ധ്യയ്ക്ക് തള്ളയിരിക്കുമ്പോൾ നാമം ജപിക്കുമ്പോൾ അതുപോലെ തന്നെ എന്നിട്ട് പറയും അമ്മ നമുക്ക് വീഗാലാൻഡിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഇതാകുമ്പോൾ തള്ള എഴുന്നേറ്റ് ചെവിക്കലും അടിച്ച് താഴെ ഇടുന്നിട്ട് സ്കിറ്റ് തീരുവാണ്. അതാണ് അതിൻ്റെ സ്കിറ്റ്. ഇപ്പം സിനിമയിൽ വന്നിട്ട് സിനിമയിലൊക്കെ ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, എന്തുകൊണ്ടായിരിക്കും കണ്ണൻ സാഗറിനെ സിനിമ ഒരുപാട് യൂസ് ചെയ്യാതിരുന്നത്? അവസരങ്ങൾ തേടി പോകാത്തത് കൊണ്ടാണോ, അതോ എന്താണ് അതിന് പിന്നിൽ കാരണം? ഞാൻ അവസരങ്ങൾ തേടി പോകാതിരിക്കുമല്ല. ഞാൻ സിനിമക്കാരെ കുറേ ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് പരിചയമുള്ള, കാരണം എല്ലാവരും ഇതൊക്കെ സിനിമക്കാരനാണെന്ന് നമുക്കറിയില്ലല്ലോ. ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിത്വം എന്ത് ചെയ്യുന്നു എന്നുള്ള നമുക്കറിയില്ല. ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം നമുക്കറിയത്തില്ല എന്ന മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന സിനിമക്കാരോടൊക്കെ ഞാൻ അവസരങ്ങൾ ചോദിക്കുകയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരണം എന്നൊക്കെ പറയും. പിന്നെ കാണാം, നമുക്ക് ചെയ്യാം, കാണാനൊക്കെ ഭയങ്കര കലാകാരനല്ലേ, ഈ പറച്ചിലല്ലാതെ നമുക്ക് അങ്ങനെ ആരും അങ്ങനെ വേഷങ്ങൾ തന്നിട്ടില്ല. ഞാൻ ചാർലി എന്ന സിനിമ, ദുൽഖർ സൽമാൻ്റെ ചാർലി, മാർട്ടിൻ പ്രക്കാട്ട് ചെയ്ത പടമാണ്. അത് ഇതുപോലെ ഞാൻ അദ്ദേഹത്തിന് മാർട്ടിൻ പ്രക്കാട്ട് ചങ്ങനാശ്ശേരിക്കാരനാണ്, എൻ്റെ വീടിനടുത്ത് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം ചേട്ടൻ ഞങ്ങളൊക്കെ ഒന്നിച്ച് പഠിച്ചാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം ചെന്നിട്ട് പറഞ്ഞു സിനിമ തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു വേഷം തരണം, ഇങ്ങനെ മിമിക്രി ചെയ്തു. അറിയാം. ഇതിനകത്ത് ദുൽഖർ സൽമാനും ഒക്കെയാണ്
ഇതിനകത്തുള്ളത്. പിന്നെ വേഷങ്ങൾ ചെറിയ ചെറിയ വേഷം പ്രായമുള്ളവരൊക്കെ ആയിരുന്നു. ഈ പ്രായമുള്ളവർ വൃദ്ധസദനം പോലൊരു സ്ഥലമുണ്ട്, അതൊക്കെയാണ്. അത് വേറെ ഒന്നുമില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും എനിക്ക് ഉണ്ടാക്കി തരണം, ഒരാഗ്രഹമാണ്. പലരും സിനിമക്കാർ നമ്മുടെ അടുത്തുള്ളവരിൽ ചോദിക്കാൻ പറ്റും. പറഞ്ഞു ആ നോക്കട്ടെ എന്തെങ്കിലും പറയാൻ കേട്ടോ കണ്ണാ. അപ്പം ഈ പീരുമേടപ്പുറത്താണ് ഷൂട്ട് തുടങ്ങുന്നത്, തേയിലക്കാട്ടിലാണ് തുടങ്ങുന്നത്. അങ്ങനെ ഞാനങ്ങ് പോയി. അങ്ങനെ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പം എനിക്ക് ഈ സെറ്റിൽ നിന്ന് ഒരാൾ വിളിച്ചു. മധുചേട്ടൻ എന്ന് പറഞ്ഞ് തമ്മരത്തുള്ള അദ്ദേഹം കൺട്രോളർ വിളിച്ചിട്ട് പറഞ്ഞു ആ കണ്ണനാണോ? അതെ അതെ കണ്ണാ, ഇതുപോലെ ചാർലി എന്ന സിനിമ മാർട്ടിൻ പ്രക്കാടിൻ്റെ പടമാണ്. അതിനകത്തൊരു തമിഴിൻ്റെ ഒരു കുഞ്ഞു വേഷം, ഡയലോഗ് കുറവാണ്. അപ്പം ഇവിടെ എൻ്റെ അടുത്ത് വരണം പറഞ്ഞു. ഞാൻ സന്തോഷം ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഡയറക്ടർ മാർട്ടിൻ പറഞ്ഞു ഇതിനകത്ത് ഡയലോഗ്സ് കുറവാണ്, മരുന്നെന്ന് പറഞ്ഞ് തമിഴിൻ്റെ വേഷമാണ്. അദ്ദേഹം ഈ പരിസരത്ത് ഇവരെയൊക്കെ സഹായിച്ചും ഒക്കെ നിങ്ങളുടെ ഭാര്യ ഉണ്ടാകും ഇതൊക്കെ നിൽക്കുന്ന. അപ്പോൾ ഇടയ്ക്ക് ദുൽഖർ സൽമാൻ്റെ ആ ക്യാരക്ടർ വരും. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്സവമാണ്, നിങ്ങൾക്ക് കുറേ സാമ്പത്തികമായിട്ട് സഹായിക്കുകയും കുറേ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വൃദ്ധന്മാരുടെ ഇടയിലാണ് നിങ്ങൾ നിൽക്കേണ്ടത്. ഡയലോഗ്സ് പറയാം, പക്ഷേ പല ഷോട്ടിലും നിങ്ങൾ വന്നു പോകും എന്ന് പറഞ്ഞു. അവർ മതി സന്തോഷം ഞാൻ നിന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ആ പടത്തിൽ ചെയ്തു. അദ്ദേഹം ആ പടം ഇറങ്ങി റിലീസായി, കുറേ പേര് ശ്രദ്ധിച്ചു, എല്ലാം കഴിഞ്ഞു. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേന് മാർട്ടിൻ ഭായി എന്നെ കണ്ടു. കണ്ണാ എന്താ പിന്നെ വേറെ പടം വല്ല? ഞാൻ പറഞ്ഞില്ല, ആരും വിളിക്കുന്നില്ല. അല്ല ഇത് നല്ല വേഷമാണല്ലോ ചെയ്തത്, പിന്നെ എന്താ കണ്ണനെ ആരും വിളിക്കാത്തത്? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ പലരോടും ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും അവസരമൊക്കെ. എല്ലാവരുടെയും ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇട്ട് ഇങ്ങനെ ചാർലി എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. നോക്കട്ടെ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയാമെന്ന് പറയും. പക്ഷേ ഞാൻ അപ്പോഴും പ്രതീക്ഷിച്ചു, പക്ഷെ ആരും നമ്മളെ പിന്നെ വിളിക്കുകയോ പറയുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ചിലപ്പോൾ ഇപ്പോഴുള്ള സിനിമക്കാരായാലും ഞാൻ ചെന്ന് അവസരങ്ങൾ തരണമെന്ന് പറയും. ഇപ്പം പിന്നെ വാഴ 2 ചെയ്ത ഡയറക്ടറെ എനിക്കറിയാം, വർഷങ്ങൾക്കും പറയും. പക്ഷേ ഞാൻ പടം കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ എൻ്റെ സീൻ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഡയറക്ടർ സവിനെ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വെച്ചിട്ട് ഞാൻ പൊട്ടിയും കരഞ്ഞു. കാരണം എനിക്ക് ഇങ്ങോട്ടൊരു വേഷം തന്നതിനായിരിക്കും നിങ്ങൾക്ക് ഞാൻ എന്താ പറയണമെന്ന് എനിക്കറിയില്ല, എന്ത് ഉപകാരം ചെയ്യണമെന്നും പറയാൻ അറിയില്ലെന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ പറഞ്ഞു ചേട്ടനെ ഞാനല്ലേ വിളിച്ചത്, ഇതിൻ്റെ എഴുതിയ വിപിൻ ദാസ് അദ്ദേഹമാണ്, അദ്ദേഹം സംവിധാനമാണ്, ജയഹേടൊക്കെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ അദ്ദേഹമാണ്. വല്ല കണ്ണൻ സാഗർ ഒരു ആർട്ടിസ്റ്റിൻ്റെ വിളിക്കണമെന്ന് പറഞ്ഞ് ഈ വേഷം അദ്ദേഹം പറഞ്ഞിട്ട് തന്നതെന്ന് പറയും. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടോ? അദ്ദേഹം ഇല്ല, 2 ദിവസമായിട്ട് വന്നിട്ട് പറഞ്ഞു എനിക്ക് നമ്പർ തരണം. നമ്പർ മേടിച്ചു. ഞാൻ അന്നേരം തന്നെ അദ്ദേഹത്തെ വിളിച്ചു, ഫോണെടുത്തു. അവന് ഒരു സന്തോഷമുണ്ട് എന്നെ സെലക്ട് ചെയ്തില്ല. മിമിക്രി ഇടയ്ക്ക് കോമഡി പീരീഡ് കാണാറുണ്ട്, അതുകൊണ്ടൊക്കെ ഒക്കെ സന്തോഷമല്ലേ. വേഷം അങ്ങനെ ഉണ്ട്, നല്ല വേഷം, നന്നായിട്ട് ചെയ്യുന്നിങ്ങനെ അറിഞ്ഞു, കുഴപ്പമില്ല നമുക്ക് കാണാം. അപ്പോൾ ഡബിങ്ങിനൊക്കെ നോക്കട്ടെ നമുക്ക് കാണാം, അല്ലെങ്കിൽ വീണ്ടും സഹകരിക്കാം. ഞാൻ പറഞ്ഞു ഒരുപാട് നന്ദി, ആയിക്കോട്ടെ നമുക്ക് അടുത്തൊക്കെ ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം വെച്ചു. അതൊക്കെ വലിയൊരു സന്തോഷമാണ് നമ്മളെ സംബന്ധിച്ച്. പിന്നെ എന്താണെന്നറിയോ, ഈ കോമഡി കാണിച്ച് നടക്കുന്ന നമ്മളെ പോലുള്ളവർക്കൊക്കെ ഒന്നും വഴങ്ങത്തില്ല എന്നുള്ള ചിന്തകളാണ് പലർക്കും. കോമഡി അങ്ങ് കാണിച്ച് നടക്കുന്നത്, ആൾക്കാർ കോമഡി അതും ഇതും വേഷം കെട്ടും ഒക്കെ നടക്കുന്നതിനാണ്. ഇപ്പം ഈ വേഷം കെട്ടും നടക്കാൻ ജീവിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ നമ്മളാരെയും കളിയാക്കാനോ മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഒന്നുമല്ല. ഈ സ്റ്റേജ് ഷോകളായാലും ചാനൽ പരിപാടികളായാലും ചെയ്യുന്നത് സിനിമകൾ വന്നാൽ സിനിമകളിലേക്ക് നിൽക്കത്തുള്ളൂ. സിനിമകളില്ലാത്തപ്പോൾ എനിക്ക് ജീവിക്കണ്ടേ. ഈ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു സന്തോഷം വന്നാലും ഒരു സങ്കടം വന്നാലും നമ്മളിപ്പോൾ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പം അല്ലെങ്കിൽ ഒരു അഭിനയത്തിലിരിക്കുമ്പോൾ സമയത്ത് അവർക്ക് അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം അതിൽ തന്നെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരത്തില്ലേ? അപ്പോൾ ഈ ദുഃഖങ്ങളും അല്ലെങ്കിൽ ഒരു സന്തോഷവും ഒക്കെ മാറ്റി വെച്ചിട്ട് ഇത് ചെയ്യുമ്പം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു വിഷമം ഉണ്ടല്ലോ. അപ്പോൾ ചേട്ടന് അങ്ങനെയുള്ള എന്തെങ്കിലും വിഷമമുള്ള ഇത്തരം ഒരു സാഹചര്യത്തിൽ നിന്നിട്ട് അതെല്ലാം മറച്ചു വെച്ചിട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടോ? അനുഭവങ്ങൾ ഇപ്പോഴേ നമ്മൾ വിഷമമുണ്ട് ദുഃഖമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റേജിൽ കയറി എന്നിട്ട് അത് പ്രതിഫലിപ്പിച്ചാൽ നമ്മളിലുള്ള പ്രതിഭ ആയിരിക്കുന്ന പ്രേക്ഷകന് കിട്ടാതെ പോകും. അവൻ പ്രതീക്ഷിക്കുന്നത് നമ്മളിലുള്ള നല്ല നല്ല തമാശകളും നമ്മുടെ ചലനങ്ങളും നമ്മുടെ സംസാര ശൈലിയും ഒക്കെ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്. അതിന് ഇത് പറഞ്ഞപ്പോഴേ ഒരു ഓർമ്മയിലൊരു ജീവിതത്തിൽ മറക്കാത്തൊരു സംഭവം. വാളകം എന്ന് പറയുന്ന സ്ഥലത്തെ വാളകം കൊട്ടാരക്കരപ്പുറം, അവിടുന്ന് ഒരു സുഹൃത്ത് എപ്പോഴും വിളിക്കും, ഒരു അഭിലാഷ് എന്ന് പറഞ്ഞൊരു സുഹൃത്ത്. മനോജ് ഗിന്നസിൻ്റെ കൂടെ ഞങ്ങൾ ട്രൂപ്പിലുള്ള. അപ്പോൾ അവൻ എവിടെയോ വന്ന് പരിപാടി കണ്ടിട്ട് നമ്പർ എടുത്തിട്ട് മനോജിനെ എന്നെയൊക്കെ വിളിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ വാളകത്തുള്ളൊരു ക്ഷേത്രത്തിൽ അമേരിക്കയിലുള്ളൊരു ഫാമിലി സ്പോൺസർ ചെയ്യുന്ന മനോജ് ഗിന്നസിൻ്റെ ഞങ്ങളുടെ പരിപാടി അവിടെ. അപ്പം അതറിഞ്ഞുകൊണ്ട് ഈ പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ വരുമ്പോഴത്തെ എൻ്റെ വീട്ടിലൊന്ന് കയറണം, ആ വീട്ടിൽ നിന്ന് കയറിയിട്ട് തൊട്ട് മാറിയാണ് ക്ഷേത്രം, അപ്പോൾ അങ്ങോട്ട് പോവാം ഒന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ മനോജനോട് പറയും, മനോജ് ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ വിളിച്ചായിരുന്നു, നമുക്ക് അതിൽ കയറാം, അവിടെ കയറിയിട്ട് പോകാം, കുഴപ്പമില്ല, പക്ഷേ നേരത്തെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ 10 മണിക്കുള്ള പരിപാടി, ഞങ്ങളൊരു 5:30-6 മണിയൊക്കെ ആപ്പോൾ ചെന്നു. ഈ പയ്യൻ്റെ വീട്ടിൽ ചെല്ലാൻ വേണ്ടി ഞങ്ങൾ നേരത്തെ ചെന്നു. അവിടെ ചിലപ്പം വൈഫുണ്ട്, ഇപ്പം എൻ്റെ വൈഫുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളാണ് ഉണ്ട്, അമ്മയുണ്ട്. അമ്മയും വന്നു, കാപ്പിയൊക്കെ തന്നു, ചില നട്സോ മിച്ചറോ ഒക്കെ തന്നു, ഞങ്ങളെല്ലാം കഴിച്ചു. കഴിച്ചെല്ലാം കഴിഞ്ഞു. അവിടെ നിന്നൊരു 7:45-7:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സ്പോൺസറുടെ വീട്ടിലാണ് ഭക്ഷണം, അത് ശകലം കയറി. അപ്പോൾ അവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് വേദിയിലിട്ട് പോകാം. അപ്പോൾ എല്ലാവരും പറഞ്ഞ് നമുക്ക് പരിപാടി കഴിഞ്ഞിട്ട് കഴിക്കാം, അതായിരിക്കും നല്ലത്. അപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ സ്നാക്സ് എന്തെങ്കിലും കഴിച്ചിട്ട് പോരാ, എന്നാൽ അങ്ങനെ ചെയ്യാം പറഞ്ഞു. അപ്പോൾ അവർ ഞങ്ങളെന്നാൽ പാഴ്സൽ ചെയ്ത് വെച്ചേക്കാം, കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ഇവർ വീട്ടിൽ നിന്ന്, അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നിങ്ങളുടെ കോമഡി കാണുന്നുണ്ട്, ഇപ്പം കാസറ്റ് കൊണ്ടുവരും, അതൊക്കെ CD-യാണ്, വീണ്ടും കൊണ്ടുവരും, ഞങ്ങൾ കാണും, നമ്മൾ ചിരിക്കും, ഒരുപാട് ചിരിക്കും, ആ പരിപാടിക്ക് ഒന്ന് കാണിക്കണേ കേട്ടോ മോനെ എന്നൊക്കെ പറയുന്നുണ്ട് ഈ അമ്മ. ഞങ്ങൾ പറഞ്ഞ അവിടെ പോയി സ്റ്റേജ് ഷോ ഇപ്പോൾ ഇവർ കുടുംബമായിട്ട് വന്നോളാം. ഞങ്ങൾ പരിപാടി സ്ഥലത്ത് നിന്ന് ഇതെല്ലാം കഴിഞ്ഞ് പ്രോഗ്രാം ആരംഭിച്ചു. പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പം ഒരു പ്രോമറ്റിക് ഡ്രാമ എന്ന് പറഞ്ഞൊരു സ്കിറ്റുണ്ട്. അതിനകത്ത് ഡയലോഗ്സ് പറഞ്ഞ് തെറ്റിപ്പോകുന്ന ഒരു വെർഷനാണ്. അത് ഭയങ്കരമായിട്ട് ചിരിക്കും. അതിനകത്ത് വന്നു പോകുന്ന കഥാപാത്രങ്ങളെല്ലാവരും കണ്ട് ചിരിച്ച് അതുപോലെ ചിരിക്കുന്നൊരു സ്കിറ്റാണ്. ഇപ്പം ഞങ്ങളിത് തുടങ്ങിയ അതിനൊരു പകുതിയോടെ അടുക്കുന്ന സമയത്ത് ജനമാർത്താർത്ത് ചിരിക്കുന്നുണ്ട്. അപ്പം ഈ വേദിയുടെ വെളിയിൽ സ്ത്രീകളിരിക്കുന്ന നടുഭാഗത്തായിട്ട് കുറേ ആൾക്കൂട്ടവും ഒരു സ്ത്രീ ഇങ്ങനെ താങ്ങിയെടുത്തുകൊണ്ട് ഇങ്ങനെ പോന്നു, കുറച്ച് പേരെടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ഞങ്ങൾ ഷോ നിർത്തി. അതിപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞു, ആരോ തലറിഞ്ഞ് വീണ ഒരാൾ, കുഴപ്പമില്ല, നിങ്ങൾ പരിപാടി കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഈ വേദിയിൽ ഈ അഭിലാഷം എന്ന് പറഞ്ഞാൽ അവൻ നിൽപ്പുണ്ട്, അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇത് കേട്ടോ ഇവനും അങ്ങ് ഇറങ്ങി എന്താണെന്നറിയാൻ വേണ്ടി അവനും അങ്ങ് പോയി. അപ്പോൾ ഞങ്ങൾ വീണ്ടും പരിപാടി തുടർന്നു. ആ സ്കിറ്റ് കഴിഞ്ഞു. അടുത്ത സ്കിറ്റ് അനൗൺസ്മെൻ്റ് ആയപ്പോഴത്തേന് ഒരു കമ്മിറ്റിക്കാരൻ വന്ന് പറഞ്ഞു, അതൊരു സ്ത്രീയായിരുന്നു, അവർ അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ഇപ്പോൾ അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് അവിടെ ഹോസ്പിറ്റൽ ബോഡി മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അയ്യോ ഞങ്ങൾക്ക് എന്ത് പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു പറഞ്ഞാൽ ചിരിച്ചിട്ട് അറ്റാക്ക് ശ്വാസം കിട്ടാതെ വീണു പോയെന്ന്. ഞങ്ങൾക്ക് സങ്കടമായിപ്പോയി. പറഞ്ഞു തന്നപ്പോൾ ഈ അഭിലാഷം പറഞ്ഞ് ഞങ്ങൾക്ക് അന്ന് വൈകിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് കാപ്പി തന്ന ഈ അമ്മയാണ് മരിച്ചു പോയത്. ശരി. ഞങ്ങളുടെ സത്യം പറഞ്ഞാൽ ചിരിച്ചു മരിക്കുക എന്ന് പറഞ്ഞാൽ അതാ. കണ്ണ് നിറഞ്ഞിട്ട് ഞങ്ങൾക്ക് അത്രയും അമ്മയുടെ ചൂടുകാപ്പി മേടിച്ചു കുടിച്ച് എൻ്റെ ചൂട് മാറിയിട്ടില്ല. ജീവിതത്തിൽ മറക്കാത്തൊരു വലിയൊരു സംഭവം അത്. അങ്ങനെ കുറേ ഉണ്ടെങ്കിലും ഇതൊക്കെ ഓർത്തിരിക്കുന്നു, മറക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾക്ക് പിറ്റേ ദിവസം തൃശ്ശൂരാണ് പരിപാടി. അപ്പോൾ അന്നേരം പോയെങ്കിൽ എറണാകുളത്ത് എന്തോ ചെറിയ ഷൂട്ടും കാര്യങ്ങളും മനോഹരം അതെല്ലാം കഴിഞ്ഞിട്ട് പോകാൻ പറ്റത്ത്. അപ്പം നിന്ന് താമസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിറ്റേ ദിവസം ബോഡി എടുക്കത്തൊക്കെ ഉള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം കണ്ടിട്ട് പോകുമ്പോൾ താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ആ ആശുപത്രിയുടെ പരിസരത്ത് കുറച്ച് നേരമൊക്കെ നിന്നു. ആ പയ്യനെ സ്വാധീനപ്പെടുത്തി ഒന്ന് കെട്ടിപ്പിടിച്ചു. അല്ല എന്താ ചെയ്യുന്നത്, ഞങ്ങൾ തിരിച്ച് പോയി. അതൊരു മറക്കാത്തൊരു സംഭവമാണ്. എന്തായാലും ചേട്ടൻ്റെ കുറേ അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചു. ഇപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു പുതിയൊരു ജീവിതത്തിന്റെ തുടക്കത്തിലേക്ക് വന്നതിനെ പറ്റി പറഞ്ഞു, ബിസിനസ് ഒന്നും കൂടെ വിപുലീകരിക്കുന്നതിനെ പറ്റി പറഞ്ഞു, ഒരുപാട് ആഗ്രഹങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഈ ആഗ്രഹങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്നും, മമ്മൂട്ടിയെ കാണാൻ പറ്റട്ടെ എന്നും, പുതിയ കട വീട് എല്ലാം വെക്കാൻ പറ്റട്ടെ എന്നും ഒക്കെ ആശംസിക്കുകയാണ്. എല്ലാം നടക്കും. സന്തോഷം. എങ്ങനെയായാലും നമുക്ക് കാണണം. അത് ഞാൻ കാണണം എന്നുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ എഴുതിയിട്ടിരിക്കാൻ മനസ്സിൽ. എപ്പോഴേലും തമ്പുരാൻ എനിക്ക് നല്ല അവസരം ചെന്ന് പെട്ടെന്ന് കണ്ടിട്ട് പോകാതെ കുറച്ചു നേരം മമ്മൂക്കയുടെ കൂടെ ചേർന്ന് നിൽക്കാനുള്ളൊരു അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. വരും, എനിക്ക് സന്തോഷമുണ്ടാകും. പിന്നെ സിനിമകളൊക്കെ ഒരുപാട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പലരും അവിടെ നിന്നൊക്കെ ചെറിയ വിളി വന്നെങ്കിലും ചേട്ടാ ചെറിയ സിനിമ കേട്ടോ എന്ന് പറയുമ്പോൾ തന്നെ സാമ്പത്തികം ഇല്ല എന്നുള്ളത് അതിന് ഈ ജാമ്യം എടുക്കുന്നതാണ്. ചേട്ടാ കൊച്ചു പടമെന്ന് പറയുമ്പോൾ തന്നെ പൈസ ഇല്ല എന്നുള്ളതാണ്. നമുക്ക് ഇത്രയും കാലമായിട്ടും ഈ കലാഫീൽഡിൽ ഞാൻ നടന്നിട്ട് എനിക്ക് ഇത്ര രൂപ അല്ലെങ്കിൽ ഇത്ര രൂപ തരണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പലരും ചോദിക്കും എങ്ങനെ കാണാം, എങ്ങനെ ചോദിച്ചു വാങ്ങിച്ചൂടെ എന്നല്ലേ. ഞാൻ അങ്ങനെ ചോദിച്ചു മേടിച്ചു, എനിക്ക് ചോദിക്കാൻ അറിയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഉപയോഗപ്പെടുത്താം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ എന്തെങ്കിലും തന്നാൽ ഞാൻ മേടിച്ചുകൊണ്ട് പോകலாம். പക്ഷേ എന്നെ ക്ഷണിച്ചതിന് അല്ലെങ്കിൽ എന്നെ നിങ്ങൾ വേണമെന്ന് ചിന്തിച്ചതിന്
അതിനാണ് എനിക്ക് ഏറ്റവും വലിയ നന്ദി. അതാണ് എൻ്റെ പ്രതിഫലം എന്ന് ഞാൻ പലരും പറയാറുണ്ട്. അതുകൊണ്ട് അധികം സമ്പാദ്യമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. വിദേശത്തൊക്കെ കുറേ പോയിട്ടുണ്ടെങ്കിൽ വിദേശത്തെ അനുഭവങ്ങൾ കുറേ ഉണ്ട്, അത് പറഞ്ഞാൽ തീരത്തില്ല. ഒത്തിരി കണ്ണു നിറഞ്ഞ് പൊട്ടിക്കറിഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ സാമ്പത്തികത്തിന് വലിയ മസിലൊന്നും പിടിച്ചിട്ടില്ല. അവർ പറയും ഇങ്ങനെയാണെന്ന് പറയും, നമുക്കറിയാം ഈ കബളിപ്പിക്കുന്ന അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടുന്നത് നമുക്ക് എങ്ങനെ അറിയില്ലല്ലോ. ഷോ കഴിയുമ്പോൾ പറയും കട നഷ്ടമായിരുന്നു കേട്ടോ, അതുകൊണ്ട് അവർ കമ്പനിക്കാർ നഷ്ടമായിട്ട് ഇത്ര രൂപ തന്നുള്ളൂ, അപ്പോൾ അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്കൊന്ന് ചെയ്യാം ഇവിടെ എന്ന് പറഞ്ഞ് നമ്മൾ ചുരുട്ടി തിരിച്ചു. നമ്മൾ നോക്കാതെ പോലും പോക്കറ്റ് ഇട്ട് ഫ്ലൈറ്റിൽ കയറി ഇവിടെ വന്ന് നെടുമ്പാശ്ശേരി വന്ന് തുറന്നു നോക്കുമ്പോഴാണ് നിസ്സാര കാശുള്ളൂ. ഒരുപാട് കഴിവുള്ള ഒരു കലാകാരനാണ്. ഇനി അങ്ങോട്ട് പോയി എനിക്കത് തരണേ എന്ന് ചോദിച്ചിട്ടില്ല. എന്താന്ന് എൻ്റെ കഴിവ് കണ്ടിട്ട് ആരെങ്കിലും എനിക്ക് ഒരവസരം തരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അല്ല അങ്ങനല്ല, പിന്നെ എനിക്കും ഭയങ്കര കഴിവുള്ളതാണ്, എനിക്ക് അവസരം തരണമെന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കണം. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ അവസരങ്ങൾ ചോദിക്കണം. ഞാൻ ചോദിക്കുന്നത് അവർക്കും വേദനയില്ലാതെ അവർക്ക് വേദനിപ്പിക്കാതെ ചോദിക്കുന്നത്. ഇനി പടം ചെയ്തെന്ന് അറിഞ്ഞു ഇങ്ങനെ കൊണ്ട് കാണാം, ഇങ്ങനെ നിൽക്കുക, പ്രൊഡ്യൂസർ ഇങ്ങനെ അല്പം മാറ്റിട്ടുണ്ട്, പറഞ്ഞു ഒക്കെ നടക്കും, എല്ലാം നന്നാകും. നടക്കുന്ന കൂട്ടത്തിൽ എവിടെയെങ്കിലും ഒരു ക്യാരക്ടർ വന്നാൽ കണ്ണനെ ഓർത്തക്കണം, ഒന്ന് പരിചരിച്ചേക്കണം, പ്രാർത്ഥന ഉണ്ടാകും, നന്നായി വരും, എല്ലാം നടക്കട്ടെ. അങ്ങനെ ഈയിടെ ഒരു സമുദായം വിളിച്ചു, കണ്ണൻ പറഞ്ഞ വാക്ക് പാലിച്ചു. എന്നാണ്ട് പ്രൊഡ്യൂസർ വന്ന് പടം തുടങ്ങാൻ പോകുന്നു പറഞ്ഞു, സെപ്റ്റംബർ കഴിഞ്ഞാൽ പടം തുടങ്ങാം. കണ്ണന് വേഷം ഉണ്ടാകും, സന്തോഷം, വളരെ സന്തോഷം, നടക്കട്ടെ. അപ്പം എനിക്ക് വേഷമില്ലെങ്കിലും നിങ്ങൾക്കൊരു വലിയ പടം കിട്ടാൻ, അതൊക്കെ അവരൊക്കെ വർഷങ്ങളോട് കാത്തിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു പടത്തിനുള്ള ഇത് കിട്ടുന്നത്. അപ്പോൾ നമ്മളാണ് ഞെളിഞ്ഞ് വലിയ ആളും കളിച്ച് നമ്മളെ എതിരിൽ വരുന്ന ഒരാൾ നമ്മളെക്കാട്ടി കഴിവുള്ളവനും നമ്മളെക്കാട്ടി സാമ്പത്തിക ശേഷിയുള്ളവനും പിടിപാടുള്ളവനും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വിഷയം ഉണ്ടാകത്തില്ല. നമ്മൾ ഈ അഹങ്കാരം നമുക്ക് ഒഴിഞ്ഞു മാറും. നമ്മൾ അങ്ങോട്ട് ചെന്നിറങ്ങിയാണ് വലിയ ആൾ കളിച്ച് കണ്ണൻ സാഗർ അതോടെ ഇങ്ങനെ ആട് കളിച്ച് കഴിയുമ്പം അന്നേരം തന്നെ ഓക്കെയാണ്. പക്ഷെ ഇത് കഴിയുമ്പോൾ നമ്മളെ വീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മളെന്നറിയുന്ന കുറച്ച് ഒരു ചുറ്റുപാടുണ്ട്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നില്ല, പക്ഷേ അവർ നോക്കുന്നുണ്ട് നമ്മളെ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പം നമ്മൾ വീട്ടിൽ ഇരിക്കുകയാണെങ്കിലും ഇപ്പം ഞാനിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ റിപ്പോർട്ടർ ചാനലിൽ ഈ ഫ്ലോറിൽ വരുന്നതിലും വരെ എന്നെ വീക്ഷിക്കുന്ന മനുഷ്യരുണ്ടാവും, പലരും ഉണ്ടാവും. ഇപ്പോൾ വന്ന് ഒരു ചായ പിടിക്കുമ്പോൾ ഒരിടത്ത് നിർത്തിയപ്പം തന്നെ ആ ചാകടക്കാരൻ പറഞ്ഞു മറ്റേ കോമഡി ചെയ്യുന്ന ആളല്ലെന്ന് പറയും. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണും. അപ്പോൾ അതൊക്കെ നമുക്ക് സന്തോഷം. അപ്പം നമ്മളെ ശ്രദ്ധിക്കാനും നമ്മുടെ പുറകിൽ പിന്തുടരാനും അല്ലെങ്കിൽ നമ്മുടെ നീക്കങ്ങൾ കാഴ്ചപ്പാട് നോക്കാനുമായിട്ട് ആരൊക്കെ ഉണ്ട് എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ അഹങ്കാരം ഉണ്ടാകത്തില്ല. ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ സന്തോഷമായിട്ട് ചെയ്യും. വിശ്വസിച്ചേൽപ്പിച്ചാൽ തീർച്ചയായിട്ടും വിശ്വസിക്കാം, ചെയ്യാം. ഇപ്പോൾ UK യാത്ര എന്തായാലും പുതിയൊരു വഴിത്തിരിവും പുതിയൊരു മാർഗവും ഒക്കെ തെളിച്ചു തരുമെന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു. സന്തോഷം. അപ്പം ഞാൻ ഈ റിപ്പോർട്ടർ ബിസിനസ് ഈ ഒരു സംരംഭത്തിന് എളിയ കലാകാരനായി എന്നെ ക്ഷണിച്ച് ഒരു ശകലം സംസാരിക്കാൻ, നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ അവസരം തന്നതിൽ ഒരു കൂടി നന്ദി ഞാൻ അറിയിക്കുന്നു. അപ്പം പ്രിയപ്പെട്ട ചാനലിലെ എല്ലാ സഹപ്രവർത്തകരായിട്ടുള്ളവർക്കും ക്രൂവിനും ഇതിൻ്റെ വേണ്ടപ്പെട്ടവർക്കും പ്രത്യേകിച്ച് താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും എല്ലാവിധ ഓണാശംസകളും ഹൃദയം നിറഞ്ഞ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നേരുകയാണ്. അതുപോലെ പ്രേക്ഷകരായ പ്രിയപ്പെട്ട സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്മയുടെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും എല്ലാവിധ ഓണാശംസകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. നന്ദി. താങ്ക് യു.